ബേർഡ് വെർട്ടിബ്രേ ആർ. ബേർഡ് വെർട്ടിബ്രേ എന്ന് പറയുമ്പോൾ എന്താണ്? ഓപ്ഷൻ ബി ഹെട്രോസീലസ്. അടുത്തത് ദ സിംപ്ലസ്റ്റ് ടൈപ്പ് ഓഫ് കനാൽ സിസ്റ്റം ഇൻ പോറിഫറ. പോറിഫറ പഠിക്കുമ്പോൾ പലതരത്തിലുള്ള കനാൽ സിസ്റ്റം, ആസ്കൺ, ലൂക്കൺ, സൈക്കൺ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. സോ അതിൽ ഏറ്റവും സിംപ്ലസ്റ്റ് ടൈപ്പ് ഏതാണ്? ആസ്കൺ ടൈപ്പ് ആണ് സിംപ്ലസ്റ്റ് ടൈപ്പ്. അടുത്ത ക്വസ്റ്റ്യൻ, അരിസ്റ്റോട്ടിൽ ലാൻഡേൺ ഒക്കർ ഇൻ വിച്ച് ക്ലാസ്? അപ്പൊ ഏത് ക്ലാസ്സിലാണ് അരിസ്റ്റോട്ടിൽ ലാൻഡേൺ ഉള്ളത്? എക്കിനോയിഡിയയിലാണ്. ഓപ്ഷൻ എ എക്കിനോയിഡിയ. അടുത്തത് ക്ലീവേജ് ഇൻ മാമൽസ് ഈസ്. മാമൽസിലുള്ള ക്ലീവേജ് ഏതാണ്? ഓപ്ഷൻ ബി ഹോളോബ്ലാസ്റ്റിക് അൺഇക്വൽ ക്ലീവേജ്. അപ്പൊ ഹോളോബ്ലാസ്റ്റിക് അൺഇക്വൽ ക്ലീവേജ് ആണ് മാമൽസിലുള്ളത്. അടുത്തത് വാട്ട് ഈസ് ദ മോഡ് ഓഫ് ആക്ഷൻ ഓഫ് ഓർഗാനോഫോസ്ഫേറ്റ് ഇൻസെക്ടിസൈഡ്സ്? എന്താണ്? ഓപ്ഷൻ ബി ചേഞ്ചിങ് ദ അയൺ പെർമിബിലിറ്റി ഓഫ് മെംബ്രെയിൻ. അടുത്തത് കോർപ്പറ കാർഡിയേക്ക പ്രൊഡ്യൂസ്. കോർപ്പറ കാർഡിയേക്ക പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്താണ്? പ്രോതൊറാസിക്കോട്രോപിക് ഹോർമോൺ. അടുത്തത് ലൈക്കൺസ് ആർ ബെസ്റ്റ് ഇൻഡിക്കേറ്റർ ഓഫ്. ലൈക്കൺസ് ആർ ദ ബെസ്റ്റ് ഇൻഡിക്കേറ്റർ ഓഫ്. ഓപ്ഷൻ ഡി എയർ പൊല്യൂഷൻ. അടുത്തത് വിത്ത് റെഫറൻസ് ടു ഡിട്രൈറ്റസ് ഫുഡ് ചെയിൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ കറക്റ്റ്? ഏതാണ്? 1, 2 and 3 ഏതൊക്കെയാണ്? ഡികമ്പോസേഴ്സ് ആർ നോൺ ആസ് സാപ്രോട്രോപ്സ്. അപ്പൊ ഡികമ്പോസേഴ്സിനെയാണ് സാപ്രോട്രോഫ് എന്ന് പറയുന്നത്. അത് കറക്റ്റ് ആണ്. ഡെഡ് പ്ലാന്റ് റിമെയിൻസ് സച്ചസ് ലീഫ്, ബാർക്ക്, ഫ്ലവേഴ്സ് ആൻഡ് ഡെഡ് റിമെയിൻസ് ഓഫ് animals including fecal matter constitute detritus. Okay, detritus break down detritus into small particles. This process is called fragmentation. Okay, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇൻസെക്ട് എംബ്രിയോ അണ്ടർഗോ. അത് നമുക്കറിയാലോ, സൂപ്പർഫിഷ്യൽ ക്ലീവേജ് ഫോമിംഗ് സിൻസീഷ്യം. ഓക്കെ, അതാണ് ഇൻസെക്ട് എംബ്രിയോ അണ്ടർഗോ ചെയ്യുന്ന ക്ലീവേജ് ആണ് സൂപ്പർഫിഷ്യൽ ക്ലീവേജ് ഫോമിംഗ് സിൻസീഷ്യം. അടുത്തത് എംബ്രിയോണിക് സ്റ്റെം സെൽസ് ആർ ഡാഷ് വൈറസ് അഡൽട്ട് സ്റ്റെം സെൽസ് ആർ ഡാഷ്. എംബ്രിയോണിക് സ്റ്റെം സെൽസ് പ്ലൂറിപോട്ടന്റും അഡൽട്ട് സ്റ്റെം സെൽസ് എന്ന് പറയുന്നത് മൾട്ടിപോട്ടന്റും ആയിരിക്കും. ഇനി ഇൻ ഫ്രോഗ് ദ സ്പേംസ് റിലീസ്ഡ് ഫ്രം ദ ടെസ്റ്റിക്സ് take the following route to reach the ureter. ഏതാണ്? വാസ എഫറൻഷ്യ, ബിഡ്ഡേഴ്സ് കനാൽ, യൂറിനിഫറസ് ട്യൂബിൾ ആൻഡ് നെഫ്രോട്ടോം. അടുത്ത ക്വസ്റ്റ്യൻ, സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ലാർവൽ കണ്ടീഷൻ ഈസ് നോൺ ആസ് പെഡഗോമി. ഓപ്ഷൻ എ പെഡഗോമി. അടുത്ത ക്വസ്റ്റ്യൻ, the notochord is one of a few prominent structural feature in chick embryo of about 18 hours. ഓപ്ഷൻ ബി 18 hours. അടുത്ത വാട്ട് ഈസ് ടൗട്ടോണിം? ഇതൊരു ഒട്ടുമിക്ക ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടൊരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ടൗട്ടോണിം? ഐഡന്റിക്കൽ നെയിം ഓഫ് ജീനസ് ആൻഡ് സ്പീഷീസ്. അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് കവർഡ് അണ്ടർ ടാക്സോണമി? ഏതാണ്? ഓപ്ഷൻ സി ഡെൽറ്റ ടാക്സോണമി. അടുത്തത് ഹോളോടൈപ്പ് ഈസ് എ സ്പെസിമെൻ. ഹോളോടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? നോമൻക്ലേച്ചർ ടൈപ്പ് യൂസ്ഡ് ബൈ ഓതർ. അടുത്തത് മാച്ച് ദ ഫോളോയിങ് ആണ്. അതിൽ എന്തൊക്കെ കുറെ ഇമ്യൂണോഗ്ലോബിൻസ് ഉണ്ട്. IgM, IgG, IgA, IgE. അതിൽ നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത് IgE എന്ന് പറയുമ്പോൾ അലർജിക്കും അല്ലെങ്കിൽ സെറത്തിലുള്ളതാണ്. എ എന്ന് പറയുന്നത് മ്യൂക്കസിലുള്ളതാണ്. അപ്പൊ ഇതിന്റെ സെറോ മ്യൂക്കസ് സെക്രീഷൻ. അപ്പൊ അതും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റി. അപ്പൊ നമുക്ക് വായിച്ചു നോക്കാം. IgM എന്ന് പറഞ്ഞാല് IgM എന്ന് പറഞ്ഞാൽ എന്താണ്? ആഫ്റ്റർ ദ പ്രൈമറി ആന്റിജനിക് സ്റ്റിമുലസ്. IgG എന്ന് പറഞ്ഞാൽ എന്താണ്? സിന്തസൈസ്ഡ് ഡ്യൂറിങ് സെക്കൻഡറി റെസ്പോൺസ്. IgA എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻ ദ സെറോ മ്യൂക്കസ് സെക്രീഷൻ. IgE എന്ന് പറഞ്ഞാൽ സെറം. അടുത്തത് ഫൈലോജനറ്റിക് സിസ്റ്റം ഡിഫർ ഫ്രം എ നാച്ചുറൽ സിസ്റ്റം ഇൻ ഇറ്റ് സ്ട്രെസ് ഓൺ. ഓപ്ഷൻ ഡി ഒറിജിൻ ആൻഡ് എവല്യൂഷണറി ട്രെൻഡ്. അടുത്തത് ലെക്ടോടൈപ്പ്. ലെക്ടോടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്ഷൻ ഡി സ്പെസിമെൻ സെലക്ടഡ് ഫ്രം ഒറിജിനൽ മെറ്റീരിയൽ ഫോർ നോമൻക്ലേച്ചർ ടൈപ്പ് വെൻ ദർ ഈസ് നോ ഹോളോടൈപ്പ്. അടുത്തത് ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ലൊക്കേഷൻ ഡസ് ബൈൽ എൻ്റർ ദ ഡൈജസ്റ്റീവ് ട്രാക്ട്? ഓപ്ഷൻ ബി ഡിയോഡിനം. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് ഡിസ്ക്രൈബ് ദ ലൊക്കേഷൻ വെർ ദ കരോട്ടിഡ് പൾസ് ക്യാൻ ബി ഫൗണ്ട്? എവിടെയാണ്? ഓപ്ഷൻ ഡി ഓൺ ദ ആന്റിയർ സൈഡ് ഓഫ് ദി നെക്ക്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ മെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്ട്രക്ചർ ഈസ് ലൊക്കേറ്റഡ് അറ്റ് ദ നെക്ക് ഓഫ് ബ്ലാഡർ ആൻഡ് സറൗണ്ട് ദ യുറേത്ര? ഓപ്ഷൻ ബി പ്രോസ്റ്റേറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ലിംഫോയിഡ് ഓർഗൻ ദാറ്റ് ഈസ് റിസർവിയർ ഫോർ RBC ആൻഡ് ഫിൽറ്റർ ഓർഗാനിസംസ് ഫ്രം ബ്ലഡ്? ഏതാണ്? സ്പ്ലീൻ. അടുത്തൊരു അസേർഷൻ ആണ്, ഡ്യൂറിംഗ് DNA synthesis the newly synthesizing nucleotide are assembled only in 5' to 3' direction in the leading strand. Reason, all DNA polymerase enzyme are having 5' 3' exonuclease activity. അപ്പോൾ ഇതിന്റെ ആൻസർ A ട്രൂ ആണ്, R എന്ന് പറയുന്നത് ഫാൾസ് ആണ്. അടുത്തതും ഒരു അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ ആണ്. Assertion, intrinsic termination method of protein synthesis is a built-in mechanism in which the transcribed RNA itself is responsible for the transcription. Reason, in this method of chain termination, the transcript assumes a step loop formation with the help of Rho factor. ഏതാണ്? ഓപ്ഷൻ C. A is true but R is false.
അടുത്തത് മാച്ച് ദ ഫോളോയിങ് ആണ്. മാച്ച് ദ ഫോളോയിങ് മൈക്രോ ഓർഗാനിസം വിത്ത് ദ റെസ്പെക്റ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ്. ഏതൊക്കെയാണ്? ബാക്ടീരിയ ഉണ്ട്, റിക്കറ്റിസിയ, വൈറസ്, ബാക്ടീരിയോഫേജസ്. അപ്പൊ നമുക്ക് നോക്കാം. ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ദേ ആർ ലിവിംഗ് ഓർഗാനിസം, യൂണിസെല്ലുലാർ, മോട്ടൈൽ, മൈക്രോസ്കോപ്പിക് ആൻഡ് ഷോ റീപ്രൊഡക്ഷൻ. ഇനി റിക്കറ്റ്സിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ടൈനി മൈക്രോ ഓർഗാനിസം എനേബിൾ ടു ഗ്രോ ഔട്ട്സൈഡ് ലിവിംഗ് സെൽ റിട്ടേൺ ബൈ ബാക്ടീരിയ ഫിൽറ്റേഴ്സ്. വൈറസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മച്ച് സിമിലർ കണ്ടെയ്ൻ വൺ ടൈപ്പ് ഓഫ് ന്യൂക്ലിക് ആസിഡ് ഡു നോട്ട് റീപ്രൊഡ്യൂസ് ബൈ ബൈനറി ഫിഷൻ. ബാക്ടീരിയോഫേജസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പാരസൈറ്റ്സ് ഓൺ ബാക്ടീരിയ ഹൈലി സ്പെസിഫിക് ടു വൺ ടൈപ്പ് ഓഫ് ഹോസ്റ്റ്. അടുത്തത് മാച്ച് ദ ഫോളോയിങ് ആണ്. എന്തൊക്കെയാണ്? പിനയസ്, മസ്ക, ടെറക്ടുലസ്, ലിമുലസ്. അപ്പൊ ഇതിൽ നമുക്ക് ഏതൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും? ബുക്കീസ്, ലിമുലസ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. പിനയസ് എന്ന് പറയുമ്പോൾ ഡെൻഡ്രോബ്രാങ്ക്, മസ്ക എന്ന് പറയുമ്പോൾ ട്രക്കിയ, ടെറാക്ടുലസ് എന്ന് പറയുന്നത് ബുക്ലങ്, ലിമുലസ് ആണ് അതും ബുക്ലങ്. ഓക്കെ, ഇനി certain proteins or mRNA are that are regionally localized within the unfertilized egg and regulate development are called, അതിനെയാണ് സൈറ്റോപ്ലാസ്മിക് ഡിറ്റർമിനൻസ് എന്ന് പറയുന്നത്. ഇനി നാച്ചുറൽ കില്ലർ സെൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? they display cytotoxic effect on tumor cell. അടുത്തത് a site of active mRNA synthesis is ഏതാണ്? ബാൽബിയാനി റിംഗ്. അടുത്ത ക്വസ്റ്റ്യൻ. Phenomenon involve gradual fading of an unrelated response to a stimulus that prove to be safe or irrelevant. അതാണ് habituation. ഇനി match the following ആണ്. റേഡിയൽ ക്ലീവേജ്, സ്പൈറൽ ക്ലീവേജ്, ബൈലാറ്ററൽ ക്ലീവേജ്, ഇറഗുലർ ക്ലീവേജ്. അപ്പൊ ഇതില് റേഡിയൽ ക്ലീവേജ് എന്ന് പറയുന്നത് എക്കിനോഡെർമേറ്റയുടെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. സ്പൈറൽ ക്ലീവേജ് എന്ന് പറയുന്നത് മൊലൂസ്ക, ബൈലാറ്ററൽ ക്ലീവേജ് ആണ് അസീഡിയ, ഇറഗുലർ ക്ലീവേജ് ആണ് സീലൻട്രേറ്റ. ഓപ്ഷൻ എ. അടുത്തത് പറ്റാമോ സിൻഡ്രോം ഈസ് ഡ്യൂ ടു ട്രൈസോമി ഓഫ് ക്രോമസോം നമ്പർ. ഇതും ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഏതാണ് ആൻസർ? ഓപ്ഷൻ എ 13. അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് റോഡോപ്സിൻ ഇസ് ട്രൂ? ഓപ്ഷൻ ഡി അബ്സോർപ്ഷൻ ഓഫ് ഫോട്ടോൺ ബൈ റോഡോപ്സിൻ കോസസ് ആൻഡ് ഐസോമറൈസേഷൻ ഓഫ് 11 സിസ് റെറ്റിനോൾ ടു ഓൾ ട്രാൻസ് റെറ്റിനോൾ. അടുത്തത് എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ഇൻകറക്ട്ലി പെയർഡ്? ഏതാണ്? എർത്തവം, പ്രോട്ടോനഫ്രീഡിയ, അത് ഇൻകറക്ട്ലി പെയർഡ് ആണ്. ബാക്കി ഇൻസെക്റ്റിൽ മാൽപിജിൻ ട്യൂബൽ, ഫ്ലെയിം സെൽസിൽ ഫ്ലെയിം ബൾബ് സിസ്റ്റം, ആംഫിബിയയില് കിഡ്നി. ഓക്കെ, അതൊക്കെ കറക്റ്റ് ആണ്. അപ്പൊ തെറ്റായിട്ടുള്ളത് ഏതാണ്? എർത്തവം, പ്രോട്ടോനഫ്രീഡിയ. ഇനി നോസിസെപ്റ്റേഴ്സ് സെൻസ് എന്താ? നോസിറിസെപ്റ്റേഴ്സ് എന്താ സെൻസ് ചെയ്യുന്നത്? ഓപ്ഷൻ ബി പെയിൻ. അടുത്ത ക്വസ്റ്റ്യൻ. സിങ്ക് ഈസ് എ കമ്പോണന്റ് ഓഫ് ആക്റ്റീവ്. ഓപ്ഷൻ എ ഇൻസുലിൻ. അപ്പൊ സിങ്ക് ഈസ് എ കമ്പോണന്റ് ഓഫ് ആക്റ്റീവ് ഇൻസുലിൻ. അടുത്തത് ഫങ്ഷൻ ഓഫ് കാൽമുഡിലിൻ ഈസ് ടു എന്തിനാണ്? ബൈൻഡ് വിത്ത് കാൽസ്യം ആൻഡ് റെഗുലേറ്റ് ദ ആക്ടിവിറ്റി ഓഫ് സെല്ലുലാർ പ്രോട്ടീൻ. അടുത്തത് എ ട്യൂമർ സപ്രസർ ജീൻ P53 ഫങ്ഷൻ ആസ് ഏതാണ്? ഓപ്ഷൻ ബി ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടർ. ഇനി കുറച്ച് മാച്ച് ദ ഫോളോയിങ് ആണ്. ടെർമിനൽ കയാസ്മ, എക്സ്ചേഞ്ച് ഓഫ് സെഗ്മെന്റ് ഓഫ് ക്രോമാറ്റിഡ്, സിനാപ്സിസ് ഓഫ് ഹോമോലോഗസ് ക്രോമസോം ആൻഡ് അപ്പിയറൻസ് ഓഫ് കയാസ്മ. അപ്പോ കയാസ്മയുടെ അപ്പിയറൻസ് ഡിപ്ലോട്ടിൻ. അപ്പൊ അതുകൊണ്ട് നോക്കാം. ടെർമിനൽ കയാസ്മ എന്ന് പറഞ്ഞാൽ ഡയാകൈനസിസ്. എക്സ്ചേഞ്ച് ഓഫ് സെഗ്മെന്റ്സ് ഓഫ് ക്രോമാറ്റിഡ് ആണ് പാക്റ്റിൻ. സിനാപ്സിസ് ഓഫ് ഹോമോലോഗസ് ക്രോമസോം ആണ് സൈഗോട്ടിൻ. അപ്പിയറൻസ് ഓഫ് കയാസ്മയാണ് ഡിപ്ലോട്ടിൻ. സോ ഓപ്ഷൻ ബി. ഇനി വാട്ട് ഈസ് കീസ്റ്റോൺ സ്പീഷീസ്? എന്താണ് ഒരു കീസ്റ്റോൺ സ്പീഷീസ്? എ സ്പീഷീസ് വിച്ച് മേക്ക് അപ്പ് ഓൺലി എ സ്മോൾ പ്രപ്പോർഷൻ ഓഫ് ടോട്ടൽ ബയോമാസ് ഓഫ് എ കമ്മ്യൂണിറ്റി യെറ്റ് ഹാസ് എ ഹ്യൂജ് ഇമ്പാക്ട് ഓൺ ദ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ ആൻഡ് സർവൈവൽ. അപ്പൊ കീസ്റ്റോൺ സ്പീഷീസ് എന്ന് പറയുമ്പോൾ മൊത്തം എടുത്ത് നോക്കിയാൽ ഒരു ചെറിയ പോർഷനേ ഉള്ളൂ, പക്ഷെ അതിന് വലിയ രീതിയിലുള്ള ഇമ്പാക്ട് ആണ് ആ ഒരു കമ്മ്യൂണിറ്റിയിൽ ഉണ്ടാക്കുന്നത്. ഇനി ഹോക്സ് ജീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് എൻകോഡ് ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടർ വിച്ച് സ്പെസിഫൈ എ പൊസിഷൻ അലോങ് ദ ആന്റീരിയർ പോസ്റ്റീരിയർ ആക്സിസ് ഇൻ വെർട്ടിബ്രേറ്റ്. അപ്പൊ ഓപ്ഷൻ എ. ഹോമിയോബോക്സ് പോളിപെപ്റ്റൈഡ് സെഗ്മെന്റ് അതെന്താ ചെയ്യുന്നത്? ബൈൻഡ് ടു DNA ആൻഡ് ആക്ടിവേറ്റ് ഓർ റെപ്രസ് ജീൻ ട്രാൻസ്ക്രിപ്ഷൻ. ഷൈൻ ഡാൽഗാറോ സീക്വൻസ് ഈസ് ഓൾസോ നോൺ ആസ് റൈബോസോം ബൈൻഡിംഗ് സൈറ്റ്. അടുത്തത് ബൗഗേഴ്സ് ലോ റിലേറ്റ്. ഓപ്ഷൻ ഡി ലൈറ്റ് അബ്സോർപ്ഷൻ. അടുത്തത് PBR322 which is frequently used as vector for cloning gene in E. coli is അതൊരു ഓപ്ഷൻ ബി ഒരു മോഡിഫൈഡ് ബാക്ടീരിയൽ പ്ലാസ്മിഡ് ആണ്. DNA fingerprinting process involved VNTR loci. ഓപ്ഷൻ സി VNTR loci. ഇനി അടുത്തത് മാച്ച് ദ ഫോളോയിങ് ആണ്. എക്സ്റേ ക്രിസ്റ്റലോഗ്രഫി, ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പി, SEM, സെൻട്രിഫ്യൂഗേഷൻ. അപ്പൊ നമുക്ക് നോക്കാം. എക്സ്റേ ക്രിസ്റ്റലോഗ്രഫി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പേഷ്യൽ അറേഞ്ച്മെന്റ് ഓഫ് ആറ്റംസ് ഇൻ മോളിക്യൂൾ. ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പ് എന്താണ്?
Examine unstained and dividing cell. SCMO. Cell surface and larger object. Centrifugation എന്ന് പറഞ്ഞാൽ separation of subcellular components. Okay. അടുത്തത് comprehensive database which gives information about ongoing genome project worldwide is GOLD. GOLD. അടുത്തത് in counter current exchange option A, the flow of fluid in opposite direction maintain a favorable diffusion gradient along the length of an exchange surface. അടുത്തത് ഒരു match the following ആണ്: cytochrome oxidase, fatty acid coenzyme A ligase, adenylate kinase, malate dehydrogenase. അപ്പൊ നമുക്ക് നോക്കാം. സൈറ്റോക്രോം ഓക്സിഡേസ് എന്ന് പറയുന്നത് ഇന്നർ മെംബ്രെയിൻ ഓഫ് മൈറ്റോകോൺട്രിയ, ഫാറ്റി ആസിഡ് കോഎൻസൈം എ ലിഗേസ് എന്ന് പറഞ്ഞാൽ ഔട്ടർ മെംബ്രെയിൻ ഓഫ് മൈറ്റോകോൺട്രിയ, അഡിനൈലേറ്റ് കൈനേസ് എന്ന് പറഞ്ഞാൽ ഔട്ടർ ചേംബർ ഓഫ് മൈറ്റോകോൺട്രിയ, മാലേറ്റ് ഡീഹൈഡ്രോജനേസ് എന്ന് പറഞ്ഞാൽ മൈറ്റോകോൺട്രിയൽ മാട്രിക്സ്. ഓരോ എൻസൈമിന്റെ ലൊക്കേഷൻസ് ആണ് ഇപ്പൊ വായിച്ചത്. ഇനി ഫോർ ക്ലാസ് 1 MHC വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ കറക്റ്റ്? Option D 1, 3 and 4. എന്താണ്? They are expressed on all nucleated cell. They are essential for viral antigen recognition by cytotoxic cell. The gene for HLA class 1 molecule are located on chromosome 6 and 15. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ളത് എന്താണ്? ക്ലാസ് 1 MHC എന്ന് പറഞ്ഞാൽ എല്ലാ ന്യൂക്ലിയേറ്റഡ് സെൽസിലാണ് ഉള്ളത്. And they are essential for viral antigen recognition by cytotoxic cells. The gene for HLA class 1 molecule ഏതൊക്കെ ക്രോമസോമിലാണ് ഉള്ളത്? ക്രോമസോം 6 and 15. അടുത്തത് കിങ്ഡം പ്രോട്ടിസ്റ്റ കണ്ടെയ്ൻ. കിങ്ഡം പ്രോട്ടിസ്റ്റയിൽ എന്താണ് ഉള്ളത്? യൂക്കാരിയോട്ടിക് യൂണിസെല്ലുലാർ ഫോട്ടോസിന്തറ്റിക് ഓർ നോൺ ഫോട്ടോസിന്തറ്റിക് ഓർഗാനിസംസ്. ഇനി the mid blastular transition is the point in development when option D transcription of zygote gene begin. അടുത്ത ക്വസ്റ്റ്യൻ, the function of the TCA cycle is catalyzes by all of the following statement except option D, it causes the net synthesis of oxaloacetate from acetyl CoA. അടുത്ത ക്വസ്റ്റ്യൻ, Peyer's patches found in small intestine are option C, lymphatic tissue. അടുത്തത് vitamin H is also known as biotin. Option C, biotin. അടുത്തത് which of the following make it possible to calculate the pKa of any acid from molar ratio of protein donor? Option A, Henderson-Hasselbalch equation. Which of the following combination is most likely to be present before ovulation occur? ഏതാണോ? FSH, follicle, estrogen, uterine lining become thick. അടുത്തത് match the following ആണ്: Allen's rule, Glogger's rule, Bergham's rule, Jordan's rule. ഇപ്പൊ ബർഗംസ് റൂള് അനിമലിന്റെ സൈസ് ആണ് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ നമുക്ക് നോക്കാം. അലൻസ് റൂൾ എന്ന് പറയുന്നത് പിഗ്മെന്റേഷൻ, ഗ്ലോഗർ റൂൾ എന്ന് പറഞ്ഞാല് നമ്പർ ഓഫ് വെർട്ടിബ്രേ, ബെർഗ്മാൻസ് റൂൾ എന്ന് പറഞ്ഞാൽ സൈസ് ഓഫ് അനിമൽസ്, ജോർഡൻസ് റൂൾ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് എക്സ്ട്രീമിറ്റീസ്. ഓപ്ഷൻ എ. An attempt to classify organism based on overall similarity, usually in morphology or other observable trait, regardless of their phylogeny or evolutionary relationship is called. അപ്പോൾ ഇവിടെ നമ്മൾ ഓർഗാനിസത്തിനെ ക്ലാസിഫൈ ചെയ്യണം ഇതിന്റെ ബേസിലാണ്, ഓവറോൾ സിമിലാരിറ്റിയുടെയും അവരുടെ മോർഫോളജി അല്ലെങ്കിൽ ഒബ്സർവബിൾ ട്രൈറ്റ്സിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഓർഗാനിസത്തിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്, അല്ലാതെ അവരുടെ ഫൈലോജനിയോ എവല്യൂഷണറി റിലേഷൻഷിപ്പ് അനുസരിച്ചിട്ടല്ല. അപ്പൊ ആ രീതിയിലുള്ള ഒരു ക്ലാസിഫിക്കേഷൻ എന്ത്? ഓപ്ഷൻ എ, ടാക്സിമെട്രിക്സ് എന്ന് പറഞ്ഞാൽ. അടുത്തത്, എ സെറ്റ് ഓഫ് സ്പീഷീസ് ഡിസെൻഡഡ് ഫ്രം എ കോമൺ ആൻസ്ട്രൽ സ്പീഷീസ് ഈസ് നോൺ ആസ് ഓപ്ഷൻ ബി, ക്ലെയ്ഡ്. അടുത്തതൊരു മാച്ച് ദ ഫോളോയിങ് ആണ്. എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്? ടെനീഡിയം, സോഷ്യൽ ഇൻസെക്ട്, ട്രോക്കോഫോർ ലാർവ, മെഹലിസ് ഗ്ലാൻഡ്. ഇതിന്റെ ഓപ്ഷൻ സി ആണ്. ഇപ്പൊ ടെനീഡിയം എന്ന് പറഞ്ഞാൽ എന്താണ്? മോണോപെക്ടിനേറ്റ് ഗിൽ. ഓക്കെ, ഇപ്പൊ ടെനീഡിയം എന്ന് പറയുന്നത് മോണോപെക്ടിനേറ്റ് ഗിൽ. സോഷ്യൽ ഇൻസെക്ട് ആണ് ടെർമൈറ്റ്. സോഷ്യൽ ഇൻസെക്ട് ടെർമൈറ്റ്. ട്രോക്കോഫോർ ലാർവ. പക്ഷെ ഇവിടെ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് ഈ ഒരു ക്വസ്റ്റ്യനിൽ. അതായത് ഇവിടുത്തെ ഓപ്ഷനിൽ C3 എന്നാണ് കൊടുത്തേക്കണത്, പക്ഷെ ശരിക്കും C4 ആണ്. മനസ്സിലായി? അപ്പൊ ട്രോക്കോഫോർ ലാർവ വരുന്നത് C മൗസിലാണ്. ഓക്കെ, C മൗസിലാണ് വരുന്നത്. ആൻഡ് മെഹലിസ് ഗ്ലാൻഡ് എന്ന് പറയുന്നത് ടേനിയ സോളിയത്തിലാണ് വരുന്നത്. ഓക്കെ, അപ്പൊ അതൊരു മിസ്റ്റേക്ക് ആണ് ഇവിടുത്തെ. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ്? ടെനീഡിയം എന്ന് പറഞ്ഞാൽ മോണോപെക്ടിനേറ്റ് ഗിൽ, സോഷ്യൽ ഇൻസെക്ട് ടെർമൈറ്റ്, ട്രോക്കോഫോർ ലാർവ സി മൗസ്, മെഹലിസ് ഗ്ലാൻഡ് ടേനിയ സോളിയം. അടുത്തത്, കിങ്ഡം പ്രോട്ടിസ്റ്റ കണ്ടെയ്ൻ. കിങ്ഡം പ്രോട്ടിസ്റ്റ എന്ന് പറയുമ്പോൾ എന്താണ്? ഓപ്ഷൻ ഡി, യൂക്കാരിയോട്ടിക് യൂണിസെല്ലുലാർ ഫോട്ടോസിന്തറ്റിക് ഓർഗാനിസം. ഇനി കണക്റ്റിംഗ് ലിങ്ക് ബിറ്റ്വീൻ ആംഫീബിയ ആൻഡ് റെപ്റ്റൈൽസ്. ആംഫീബിയം റെപ്റ്റൈൽസും തമ്മിലുള്ള കണക്റ്റിംഗ് ലിങ്കിനെയാണ് സെമോറിയ എന്ന് പറയുന്നത്. ഓക്കെ, ഓപ്ഷൻ എ. അടുത്തത് ഒരു അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ ആണ്. അസേർഷൻ, മോർഗൻ ക്രോസ് ബിറ്റ്വീൻ വൈറ്റ് ഐഡ് മെയിൽ ഫ്രൂട്ട് ഫ്ലൈ ആൻഡ് വൈൽഡ് ടൈപ്പ് ഫീമെയിൽ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ടെസ്റ്റ് ക്രോസ്.
The standard test cross between a homozygous recessive organism and the one displaying the dominant phenotype. So ഇതിൽ ഓപ്ഷൻ ബി both A and R are individually true. R is the correct explanation of A. ഇനി അടുത്തത് which of the following is the correct chronological order of periods? ഏതൊക്കെയാണ്? Cambrian, Permian, Triassic, Cretaceous. ഓപ്ഷൻ ബി. അടുത്തത് സിംഗർ ആൻഡ് നിക്കോൾസൺ ഫ്ലൂയിഡ് മൊസൈക് മോഡൽ ബയോമെംബ്രെയിൻ ഡിഫറെന്റ് ഫ്രം റോബർട്ട്സൺ മെംബ്രെയിൻ ഇൻ ഓപ്ഷൻ ഡി അറേഞ്ച്മെന്റ് ഓഫ് പ്രോട്ടീൻസ്. അടുത്തതും ഒരു അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ ആണ്. ഓസിറ്റോസിൻ ഈസ് കോൾഡ് എ ബർത്ത് ഹോർമോൺ. Reason: it stimulates the contraction of smooth muscles and blood vessels of uterus during childbirth. അത് correct അല്ലേ? അപ്പോൾ ഓപ്ഷൻ എ both A and R are individually true and R is correctly explanation of A. അടുത്തതൊരു മാച്ച് ദ ഫോളോയിങ് ആണ്. അമീബിയാസിസ്, ഡിപ്തേരിയ, കോളറ, സിഫിലിസ്. ഇതിൽ നമുക്ക് സിഫിലിസ് അറിയാലോ, ട്രിപ്പോണിമ പല്ലിഡം സിഫിലിസ്. സോ ഞാൻ ഓപ്ഷൻസ് വായിക്കാം. അമീബിയാസിസ് എന്ന് പറയുമ്പോൾ എന്താണ്? അമീബിയാസിസ് യൂസ് ഓൺലി സ്റ്റെറിലൈസ്ഡ് ഫുഡ് ആൻഡ് വാട്ടർ. അപ്പൊ അമീബിയാസിസ് എന്ന് പറയുമ്പോൾ എന്താണ്? യൂസ് ഓൺലി സ്റ്റെറിലൈസ്ഡ് ഫുഡ് ആൻഡ് വാട്ടർ. ഡിപ്തേരിയ എന്ന് പറയുമ്പോൾ എന്താണ്? DPT വാക്സിൻ. ഇതും നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഡിപ്തേരിയ എന്ന് പറയുമ്പോൾ DPT വാക്സിൻ. കോളറ എന്ന് പറയുമ്പോൾ എന്താണ്? യൂസ് ഓറൽ റീഹൈഡ്രേഷൻ തെറാപ്പി. സിഫിലിസ് എന്ന് പറയുമ്പോൾ ട്രിപ്പോണിമ പാലിഡം. അടുത്തത് അനിമൽസ് ലിവ് ടെമ്പററിലി ഇൻസൈഡ് ദ കേവ് ഈസ് നോൺ ആസ് ഏതാണ്? ഓപ്ഷൻ സി ട്രോഗ്ലോഫൈൽസ്. ഓക്കെ, ട്രോഗ്ലോഫൈൽസ് ആണ് എന്ത് കേവിൽ ടെമ്പററിലി ജീവിക്കുന്ന അനിമൽസിനെയാണ് ട്രോഗ്ലോഫൈൽസ് എന്ന് പറയുന്നത്. അടുത്തതും ഒരു മാസ്റ്റർ ഫോളോയിങ് ആണ്. മെറിഡോണിയൽ, വെർട്ടിക്കൽ, ഇക്വിറ്റോറിയൽ, ലോഞ്ചിറ്റ്യൂഡിനൽ. അതിൽ മെറിഡോണിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? മീഡിയൻ ആക്സിസ് റൺ ബിറ്റ്വീൻ സെന്റർ ഓഫ് അനിമൽ ആൻഡ് വെജിറ്റൽ പോൾ. ഓക്കെ, വെർട്ടിക്കൽ എന്ന് പറയുമ്പോൾ എന്താണ്? ക്ലീവേജ് ഫറോ പാസസ് ത്രൂ ആക്സിസ് അതർ ദാൻ മീഡിയൻ ആക്സിസ്. ഇക്വിറ്റോറിയൽ എന്ന് പറയുമ്പോൾ എന്താണ്? ലൈൻ ഓഫ് ഡിവിഷൻ റൺ അറ്റ് റൈറ്റ് ആംഗിൾ ടു മീഡിയൻ ആക്സിസ്. ലോഞ്ചിറ്റ്യൂഡിനൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലീവേജ് ഫറോ. അടുത്തത് ഗ്ലൈക്കോഫോറിൻ. ഗ്ലൈക്കോഫോറിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്ഷൻ എ ട്രാൻസ്മെംബ്രെയിൻ പ്രോട്ടീൻ. അപ്പൊ ഗ്ലൈക്കോഫോറിൻ എന്ന് പറയുന്നത് ഒരു ട്രാൻസ്മെംബ്രെയിൻ പ്രോട്ടീൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രോട്ടീൻ അറ്റാച്ച് ടു ദ മൈക്രോട്യൂബിൾ പ്രൊവൈഡ് ദ ഫോഴ്സ് ഫോർ സ്പെർം പ്രൊപ്പൽഷൻ ഏതാണ്? ഓപ്ഷൻ ബി ഡൈനിൻ. അടുത്തത് ബാൽബിയാനി റിംഗ് ഈസ് എ സൈറ്റ് ഓഫ്. ബാൽബിയാനി റിംഗിലാണ് എന്ത് നടക്കുന്നത്? ആക്റ്റീവ് mRNA സിന്തസിസ് നടക്കുന്നത്. സോ ഓപ്ഷൻ സി. അടുത്തത് ഇന്റർറിലേറ്റഡ് കെമിക്കൽ reaction involved in metabolic activities of every living cell for the maintenance of life catalyzed by specific proteinaceous substance are called option D enzymes. അടുത്തത് vitamin K has been implicated in ചെയ്യുന്നതിലാണ് all of the above. അതായത് oxidative phosphorylation in mitochondria, photosynthetic phosphorylation in a variety of plants, electron transport. അടുത്തത് the first step of beta oxidation involve activation of fatty acid in the presence of option A ATP and thiokinase enzyme. അടുത്ത ക്വസ്റ്റ്യൻ റൈബോസൈംസ് ആർ. റൈബോസൈംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്ഷൻ ബി RNA molecule having enzyme activity. ഇനി ഇതൊരു മാച്ച് ദ ഫോളോയിങ് ആണ്. DNA സ്ട്രക്ചർ, സെമി കൺസർവേറ്റീവ് റെപ്ലിക്കേഷൻ ഓഫ് DNA, വൺ ജീൻ വൺ എൻസൈം തിയറി, ഇൻഡക്ഷൻ ഓഫ് മ്യൂട്ടേഷൻ. ഇതിൽ നിങ്ങൾക്ക് എന്താണ് DNA സ്ട്രക്ചർ വാട്സൺ ആൻഡ് ക്രിക്ക് ഇത് കറക്റ്റ് ആയിട്ട് അറിയാം. സെമി കൺസർവേറ്റീവ് റെപ്ലിക്കേഷൻ മിസൽസൺ ആൻഡ് സ്റ്റാൾ ഇതും അറിയാൻ പറ്റും. സോ വൺ ജീൻ വൺ എൻസൈം തിയറി ആരുടെയാണ്? ബീഡിൽ ആൻഡ് ടൗട്ടം. ഇൻഡക്ഷൻ ഓഫ് മ്യൂട്ടേഷൻ ആരുടെയാണ്? മുള്ളർ ആൻഡ് സ്റ്റാഡ്ലർ. അപ്പൊ ഞാൻ ഒന്നുകൂടി വായിക്കാം. DNA സ്ട്രക്ചർ എന്ന് പറയുന്നത് വാട്സൺ ആൻഡ് ക്രിക്ക്. സെമി കൺസർവേറ്റീവ് റെപ്ലിക്കേഷൻ ഓഫ് DNA മിസൽസൺ ആൻഡ് സ്റ്റോൾ. വൺ ജീൻ വൺ എൻസൈം തിയറി ബീഡിൽ ആൻഡ് ടൗട്ടം. ഇൻഡക്ഷൻ ഓഫ് മ്യൂട്ടേഷൻ ബൈ മുള്ളർ ആൻഡ് സ്റ്റാഡ്ലർ. സോ ഓപ്ഷൻ സി. അടുത്തത് when males are produced from unfertilized egg. unfertilized എഗ്ഗിൽ നിന്ന് മെയിൽ ഉണ്ടാവുന്നതിനെയാണ് it is termed as arenotoky. ഓപ്ഷൻ ഡി. അടുത്തത് പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ ടെക്നിക് ഈസ് യൂസ്ഡ് ഫോർ. അത് നമുക്കറിയാവുന്നതാണ് DNA ആംപ്ലിഫൈ ചെയ്യണം. അപ്പൊ DNA ആംപ്ലിഫിക്കേഷന് വേണ്ടിയാണ് പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ ഉപയോഗിക്കുന്നത്. അടുത്തത് ആൻ അസോസിയേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഓഫ് ഡിഫറെന്റ് സ്പീഷീസ് ലിവിംഗ് ഇൻ ദ സെയിം ഹാബിറ്റാറ്റ് ആൻഡ് ഹാവിംഗ് ഫങ്ഷണൽ ഇന്ററാക്ഷൻ ഈസ് കോൾഡ് ഓപ്ഷൻ ബി ബയോട്ടിക് കമ്മ്യൂണിറ്റി. ഇതൊരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് കോർട്ട്ഷിപ്പ് ബിഹേവിയർ ഈസ് എ ഫോം ഓഫ്. കോർട്ട്ഷിപ്പ് ബിഹേവിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്ഷൻ ബി ഫിക്സഡ് ആക്ഷൻ പാറ്റേൺ. അടുത്ത ക്വസ്റ്റ്യൻ വാലീസ് ലൈൻ പാസ് ബിറ്റ്വീൻ. വാലീസ് ലൈൻ പാസ് ചെയ്യുന്നത് എവിടെയാണ്? ബിറ്റ്വീൻ വാലി ആൻഡ് ലെംബോക്ക്. ഓപ്ഷൻ സി.
അടുത്തത് ക്രേനിയൽ കപ്പാസിറ്റി വാസ് ലാർജസ്റ്റ് ഇൻ നിയാൻഡർതാൽ മാനിനാണ് ഏറ്റവും കൂടുതൽ ക്രേനിയൽ കപ്പാസിറ്റി ഉള്ളത്. സോ ഓപ്ഷൻ ഡി നിയാൻഡർതാൽ മാൻ. അടുത്തത് ഹേസൽസ് കോർപ്പസൽ. ഹേസൽസ് കോർപ്പസൽസ് എവിടെയാണ് ഉള്ളത്? ഓപ്ഷൻ എ തൈമസ് ഗ്ലാൻഡിലാണ് ഹേസൽ കോർപ്പസൽ ഉള്ളത്. അടുത്തത് ടെമ്പറേച്ചർ ബേസ്ഡ് സെക്സ് ഡിറ്റർമിനേഷൻ ഈസ് ഫൗണ്ട് ഇൻ എവിടെയാണ്? ടർട്ടിൽസിലാണ് ടെമ്പറേച്ചർ ബേസ്ഡ് സെക്സ് ഡിറ്റർമിനേഷൻ ഉള്ളത്. അടുത്തത് ഡെസ്മോട്യൂബിൾ ഈസ് ആൻ എക്സ്റ്റൻഷൻ ഓഫ്. ഡെസ്മോട്യൂബിൾ എന്ന് പറയുന്നത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന്റെ എക്സ്റ്റൻഷനെയാണ്. അടുത്തൊരു മാച്ച് ദ ഫോളോയിങ് ആണ്. അലൻസ് റൂൾ, ഗ്ലോഗേഴ്സ് റൂൾ, ബെർഗ്മാൻസ് റൂൾ, ജോർഡാൻസ് റൂൾ. ഇതിൽ ബെർഗ്മാൻസ് റൂൾ എല്ലാവർക്കും അറിയാം, ആനിമൽസിന്റെ സൈസ് ആയിട്ട് റിലേറ്റ് ചെയ്തതാണ്. ഇനി ഗ്ലോഗേഴ്സ് റൂൾ അത് പിഗ്മെന്റേഷൻ, അപ്പൊ ഗ്ലോ ചെയ്തു, നല്ല വെളുത്ത് പിഗ്മെന്റ് ആയിട്ടിരിക്കുന്നു, അങ്ങനെയൊക്കെ വരുന്നത്. ഇപ്പൊ ഗ്ലോഗേഴ്സ് റൂൾ എന്ന് പറയുന്നത് പിഗ്മെന്റേഷൻ. അപ്പൊ ഞാൻ വായിക്കാം. അലൻസ് റൂൾ എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് എക്സ്ട്രിമിറ്റി ആണ്. ഗ്ലോഗേഴ്സ് റൂൾ എന്ന് പറയുന്നത് പിഗ്മെന്റേഷൻ ആണ്. ബെർഗ്മാൻസ് റൂൾ എന്ന് പറയുന്നത് സൈസ് ഓഫ് ആനിമൽ. ജോർഡാൻസ് റൂൾ എന്ന് പറയുന്നത് നമ്പർ ഓഫ് വെർട്ടിബ്രേ. അടുത്തത് സൂപ്പർ മെയിൽ ഹാവ് XYY. XXY ആണെങ്കിൽ ക്ലൈൻഫെൽറ്റ് സിൻഡ്രോം വന്നാലേ, പക്ഷെ ഇത് XYY ആണ്. അപ്പൊ ഏതാണ്? ഓപ്ഷൻ എ ജേക്കബ് സിൻഡ്രോം. അടുത്തത് മാച്ച് ദ ഫോളോയിങ് ആണ്. ഗ്രേസറി, മസ്കാഡിൻ, പെബ്രിൻ, മഗ്ഗോട്ട്. അപ്പൊ ഗ്രേസറി എന്ന് പറയുമ്പോൾ വൈറൽ ആണ്, മസ്കാഡിൻ എന്ന് പറയുമ്പോൾ ഫംഗൈ, പെബ്രിൻ എന്ന് പറയുമ്പോൾ പാരസൈറ്റിക് പ്രോട്ടോസോവ, മഗ്ഗോട്ട് എന്ന് പറയുന്നത് ട്രൈക്കോൾഗിയ സോർബില്ലാസ്. ഓപ്ഷൻ എ, ഓപ്ഷൻ ബി. ഓക്കെ. അടുത്തത് ദ ഫോസ്ഫജൻ ദാറ്റ് പ്രൊവൈഡ് ആൻ ഇമ്മീഡിയറ്റ് സോഴ്സ് ഓഫ് എനർജി ഫോർ വെർട്ടിബ്രേറ്റ് മസ്കുലർ കൺട്രാക്ഷൻ ഈസ് ഏതാണ്? ഓപ്ഷൻ സി ക്രിയാറ്റിൻ ഫോസ്ഫേറ്റ്. അടുത്തത് ദ ടേം ആൽഫ ഡൈവേഴ്സിറ്റി റെഫേഴ്സ് ടു. ആൽഫ ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്ഷൻ ഡി കമ്മ്യൂണിറ്റി ആൻഡ് എക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റി. അടുത്തത് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്? ഏതാണ്? ഓപ്ഷൻ എ ഓൾ ആനിമൽ റിക്വയർ എ മീഡിയം ഫോർ റെസ്പിറേഷൻ. അടുത്തത് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ദ വെക്ടർ ഫോർ പാറ്റാസി ഫീവർ ഇൻ മാൻ? ഏതാണ്? ഓപ്ഷൻ ബി ഫ്ലീബോട്ടോമസ്. അടുത്തത് എ ടേം ആർ സെലക്ഷൻ ആൻഡ് കെ സെലക്ഷൻ ആർ യൂസ്ഡ് ഇൻ എവിടെയാണ്? ഓപ്ഷൻ സി സക്സഷൻ. അടുത്ത ക്വസ്റ്റ്യൻ. സ്റ്റാൻലി മില്ലർ conducted an experiment to demonstrate that simple organic molecule like amino acid could be produced if an electric discharge is passed through a mixture of such gases as might have been present in the atmosphere of early Earth. The gaseous mixture used in the experiment comprised of എന്തൊക്കെയുണ്ട്? methane, ammonia, hydrogen, water vapor. അടുത്തത് എ ഫ്രാഗ്മെന്റ് ഓഫ് DNA cut by restriction enzyme forms bond with other DNA molecule that have option A been fragmented by the same restriction enzymes. Antibody diversity is generated by. Antibody diversity generate ചെയ്യുന്നത് ഓപ്ഷൻ ഡി ഇന്റർക്രോമസോമൽ റീകോമ്പിനേഷൻ. അടുത്തതും ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. ഇതൊക്കെയാണ് ജീൻ ലൈബ്രറി, സിംഗിൾ സെൽ പ്രോട്ടീൻ, അഗ്രികൾച്ചറൽ സീരിയൽ ക്രോപ്പ്, cDNA. ഓക്കെ. അപ്പൊ നമുക്ക് നോക്കാം. ജീൻ ലൈബ്രറി എന്ന് പറഞ്ഞാൽ ഏതാണ്? ജീൻ ലൈബ്രറി, ജീൻ ബാങ്ക്. ഓക്കെ. സിംഗിൾ സെൽ പ്രോട്ടീൻ എന്ന് പറയുന്നത് അതൊരു പ്രൊഡക്ഷൻ ഓഫ് ഫുഡ്. ഓക്കെ. അഗ്രികൾച്ചറൽ സീരിയൽ ക്രോപ്പ് എന്ന് പറയുന്നത് നിഫ്ജീൻ. ആൻഡ് cDNA എന്ന് പറയുന്നത് എന്താണ്? cDNA ക്രോമസോം മാപ്പിംഗ്. ഓക്കെ. സോ ഓപ്ഷൻ ബി. അടുത്തത് വിച്ച് ലോ ഓഫ് തെർമോഡൈനാമിക് ഇൻട്രൊഡ്യൂസ് ദ കൺസെപ്റ്റ് ഓഫ് എൻട്രോപ്പി? സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സിലാണ് എൻട്രോപ്പിനെ കുറിച്ച് പറയുന്നത്. അടുത്തത് മാച്ച് ദ ഫോളോയിങ് ആണ്. കൊളോയിഡൽ തിയറി ഓഫ് പ്രോട്ടോപ്ലാസം, സെൽ തിയറി, ക്രോമസോം, കോണ്ടാസം. അതിൽ കൊളോയിഡൽ തിയറി ഓഫ് പ്രോട്ടോപ്ലാസം എന്ന് പറയുന്നത് ഫിഷറിന്റെ ആണ്. സെൽ തിയറി എന്ന് പറയുമ്പോൾ എന്താണ്? സ്ക്ലീഡൻ ആൻഡ് ഷ്വാൻ. ഇത് നിങ്ങൾക്ക് കിട്ടും. ആൻഡ് ക്രോമസോം അതാണ് വാൽഡേയോ. പിന്നെന്താണ്? കോണ്ടസോം എന്ന് പറയുന്നത് പാർക്ക് ആൻഡ് ബിഗിൻസ്. അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ നെയിം ഫോർ ബിഹേവിയർ ഫൗണ്ട് ഇൻ ഓർഗാനിസം വിച്ച് ഇൻഡ്യൂസ് ദം ടു ലേൺ സംതിങ് വിത്തൗട്ട് എനി ഇൻഡ്യൂസ്മെന്റ്? അതാണ് ഓപ്ഷൻ എ ലേറ്റന്റ് ലേണിംഗ്. അടുത്തത് ഡീകംപ്രഷൻ സിക്നസ് ഈസ് കോസ്ഡ് ഡ്യൂ ടു ഓപ്ഷൻ ഡി N2. അടുത്തത് ഗ്രേ ക്രസന്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് എഗ് ഓഫ്. ഗ്രേ ക്രസന്റ് എന്ന് പറയുന്നത് ഫ്രോഗിലുള്ളതാണ്. ഓപ്ഷൻ എ ഫ്രോഗ്. അടുത്തത് ഫാറ്റി ആസിഡ് നോട്ട് സിന്തസൈസ്ഡ് ഇൻ മാൻ. മാനിൽ സിന്തസൈസ് ചെയ്ത ഫാറ്റി ആസിഡ് ആണ്. ഓപ്ഷൻ ബി ലിനോലേക്ക് ആസിഡ്. അടുത്തത് എ ഗ്രൂപ്പ് ഓഫ് എയറോബിക് ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ ദാറ്റ് ഫോംസ് ബ്രാഞ്ചിങ് ഫിലമെന്റ്, ഹൈഫേ ആൻഡ് അസെക്ഷൽ പോഴ്സ്. ഏതാണ്? ഓപ്ഷൻ ബി ആക്ടിനോമൈസെറ്റ്സ്. അടുത്തത് റെസ്ട്രിക്ഷൻ ഫ്രാഗ്മെന്റ് ലെങ്ത് പോളിമോർഫിസം, അതാണ് RFLP സ്റ്റഡി ഈസ് എ ടെക്നിക് ഫോർ ഓപ്ഷൻ എ ഐഡന്റിഫൈങ് ജെനറ്റിക് ദാറ്റ് ഈസ് DNA homologous. Next question. The species having wide geographical ranges often develop locally adapted population are called prototypes. Option B prototypes. അടുത്തത് അലൈൻമെന്റ് ഓഫ് വൺ ഓർ മോർ mRNA sequence in a single genomic sequence is option C spide. Which of the following is not a requirement for PCR reaction? ഇതാണ് ഓപ്ഷൻ ഡി RNA template. അടുത്ത ക്വസ്റ്റ്യൻ. Which of the following is not a water soluble vitamin? ഇതാണ് ഓപ്ഷൻ ഡി vitamin K.
അടുത്തത് ഹ്യൂമൻ എഗ് എന്ന് പറയുന്നത് മീസോറിയസിലാണ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ദ നാഷണൽ അക്വാട്ടിക് അനിമൽ ഓഫ് ഇന്ത്യ? ഗാലക്റ്റിക് ഡോൾഫിൻ. ഇൻസുലിൻ ഹോർമോൺ ഈസ് എ പെപ്റ്റൈഡ്. In larger randomly mating population, no change occur in the gene frequency in the absence of mutation and selection. This is called Hardy-Weinberg law. Animal distributed in restricted area are known as phenotypic. Lorentz psychohydraulic model explain. Option B, motivation. During muscle contraction, calcium combined to which of the following regulatory protein to cause activation of myosin kinase and phosphorylation of myosin head? അപ്പോൾ മസിൽ കൺട്രാക്ഷന് സമയത്ത് കാൽസ്യം ഏത് റെഗുലേറ്ററി പ്രോട്ടീനോട് കൂടി ചേരുമ്പോഴാണ് മയോസിൻ കൈനേസ് ആക്ടിവേറ്റ് ചെയ്യുന്നതും മയോസിൻ ഹെഡിന്റെ ഫോസ്ഫോറിലേഷൻ നടക്കുന്നത്? ഏതാണ്? ഓപ്ഷൻ സി, കാൽമുഡിലിൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദ കറക്റ്റ് ഓർഡർ ഫോർ ദ ആബ്സെൻസ് ഓഫ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഈസ്? ഓപ്ഷൻ ബി. അടുത്തത് വിച്ച് ഇസ് ദ കറക്റ്റ് സീക്വൻസ് ഓഫ് സ്റ്റേജസ് ഇൻ പ്രോഫേസ് 1 ഓഫ് മിയോസിസ്? പ്രോഫേസ് 1 ഏതൊക്കെയുണ്ട്? ഓപ്ഷൻ എ, ലെപ്റ്റോട്ടിൻ, സൈഗോട്ടിൻ, ടാക്കിറ്റിൻ, ഡിപ്ലോട്ടിൻ, ഡയകൈനസിസ്. ഓപ്ഷൻ എ. അടുത്തത് എ ഫ്യൂ സ്റ്റേറ്റ്മെന്റ് ആർ ഗിവൺ, ഫൈൻഡ് ഔട്ട് ദ വൺ വിച്ച് ഇസ് ഫാൾസ്. ഇപ്പൊ കുറച്ച് സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട്, ഇതിൽ ഏതാണ് തെറ്റായിട്ടുള്ളത്? Option B, at global level, human activity contribute 9 times more particulate matter or aerosols into the air than do natural process. അടുത്തത് the transfer of genetic material from one bacterium to another through virus. വൈറസ് വഴി ജനറ്റിക് മെറ്റീരിയൽ ഒരു ബാക്ടീരിയയിൽ നിന്ന് അടുത്ത ബാക്ടീരിയയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഓപ്ഷൻ ഡി, ട്രാൻസ്ഡക്ഷൻ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. സൂപ്പർ ബഗ് എ ബയോടെക്നോളജിക്കൽ ഫീറ്റ് ഈസ് യൂസ്ഫുൾ ഇൻ? അപ്പൊ സൂപ്പർ ബഗ് എന്ന് പറയുന്ന ബയോടെക്നോളജിക്കൽ ഫീറ്റ് ഉപയോഗിക്കുന്നത് എന്തിനാണ്? ഓപ്ഷൻ ഡി, ക്ലീനിങ് ഓയിൽ സ്പില്ലേജ്. അപ്പൊ ക്ലീനിങ് ഓയിൽ സ്പില്ലേജ് ക്ലീൻ ചെയ്യാനായിട്ടാണ് സൂപ്പർ ബഗ് എന്ന് പറയുന്ന ബയോടെക്നോളജിക്കൽ ഫീറ്റ് ഉപയോഗിക്കുന്നത്. അടുത്തൊരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. 2 കോളംസ് ഉണ്ട്. കോളം 1 വൈറ്റമിൻ എ, വൈറ്റമിൻ ഇ, വൈറ്റമിൻ B6, വൈറ്റമിൻ B1 ഒക്കെ തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. വൈറ്റമിൻ എ എന്ന് പറഞ്ഞാൽ ഏതാണ്? കാൽസിഫെറോൾ. അപ്പൊ വൈറ്റമിൻ എ ആണ് കാൽസിഫെറോൾ. വൈറ്റമിൻ ഇ എന്ന് പറയുമ്പോൾ എന്താണ്? ടോക്കോഫിറോൾ. അപ്പൊ ടോക്കോഫിറോൾ ആണ് വൈറ്റമിൻ ഇ. വൈറ്റമിൻ B6 ഏതാണ്? പിരിഡോക്സിൻ. വൈറ്റമിൻ B6 ആണ് പിരിഡോക്സിൻ. വൈറ്റമിൻ B1 എന്ന് പറയുന്നത് തൈമീൻ. ഓക്കെ, അപ്പൊ ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യൻ. യൂട്രോഫിക്കേഷൻ കോസസ് ഡിക്രീസ് ഇൻ? യൂട്രോഫിക്കേഷൻ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഓപ്ഷൻ ബി, ഡിസോൾഡ് ഓക്സിജൻ കുറയും. അടുത്ത ക്വസ്റ്റ്യൻ. ഗ്ലൂക്കോസ് ഈസ് എക്സ്ക്രീറ്റഡ് ഇൻ ദ യൂറിൻ ഇൻ എക്സസ് ക്വാണ്ടിറ്റീസ് വെൻ ദ ഫങ്ഷൻ ഓഫ് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ഇംപയർഡ്? ഗ്ലൂക്കോസ് യൂറിൻ വഴി എക്സ്ക്രീറ്റ് ചെയ്യുന്നത് എക്സസ് ക്വാണ്ടിറ്റിയിലാണ്. വെൻ ദ ഫങ്ഷൻ ഓഫ് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ഇംപയർഡ്? അന്നേരം ഏത് ഫങ്ഷൻ ഇംപയർ ആവുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ധാരാളം ഗ്ലൂക്കോസ് യൂറിൻ വഴി എക്സസ് ക്വാണ്ടിറ്റിയിൽ യൂറിൻ വഴി എക്സ്ക്രീറ്റ് ചെയ്ത് പോകുന്നത് പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബിൾ. അതിന്റെ ഫങ്ഷൻ ഇംപയർ ആവുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു പ്രോബ്ലം വരുന്നത്. അടുത്തത് മൈക്കലിസ് കോൺസ്റ്റന്റ് ഈസ് എ മെഷർ ഓഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ്? ഏതാണ്? ഓപ്ഷൻ ഡി, അഫിനിറ്റി ഓഫ് എൻസൈം ഫോർ ഇറ്റ് സബ്സ്ട്രേറ്റ്. ഇതൊരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് ലാക്ടേറ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ ഗ്ലൈക്കോലൈസിസ് ഇൻ ഹൈപ്പോക്സിക് മസിൽ സെൽ ഈസ് ട്രാൻസ്പോർട്ടഡ് ത്രൂ ബ്ലഡ് സെൽസ് to the liver. This lactose is converted into glucose and then released into blood. This process is called, അതിനെയാണ് ഓപ്ഷൻ എ, കോറി സൈക്കിൾ എന്ന് പറയുന്നത്. അടുത്തത് who among the following developed the concept of niche as an abstract dimensional hypervolume? ഓപ്ഷൻ ബി, ഹച്ചിൻസൺ. അടുത്തത് the first conversion of glucose during glycolysis is catalyzed by the enzyme? ഓപ്ഷൻ സി, hexokinase. അടുത്തത് ഇലക്ട്രിക്കൽ ഇമ്പൾസസ് ഇൻ ദ ഹാർട്ട് ഒറിജിനേറ്റ് ഇൻ ദി? എവിടെയാണ്? ഓപ്ഷൻ ഡി, സൈനോഏട്രിയൽ നോഡ്. അടുത്തത് ഫെനറ്റിക്സിസ്. ഫെനറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്ഷൻ എ, ന്യൂമറിക്കൽ ടാക്സോണമി. അടുത്തത് ദ ടേം ഹോട്ട്സ്പോട്ട് ഫോർ ഹൈ ഡൈവേഴ്സിറ്റി എക്കോളജിക്കൽ റീജിയൻ വാസ് കോയിൻഡ് ബൈ? ആരാണ്? ഓപ്ഷൻ ബി, മേയേഴ്സ്. അടുത്തത് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് ബിലോങ് ടു ക്വാണ്ടിറ്റേറ്റീവ് ക്യാരക്ടർ? ഓപ്ഷൻ സി, ഫെനോളജി. അടുത്തൊരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. എന്തൊക്കെ തന്നിട്ടുണ്ട്? സിഗ്മ ഫാക്ടർ, റോ ഫാക്ടർ, DNA പോളിമറൈസ്, അമിനോ ആസിഡ് സിന്തറ്റേസ്. സിഗ്മ ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്?
സിഗ്മ ഫാക്ടർ ഉള്ളത് കൊണ്ടാണ് കറക്റ്റ് ഇനിഷ്യേഷൻ ഓഫ് ട്രാൻസ്ക്രിപ്ഷൻ. റോ ഫാക്ടർ ഉപയോഗിക്കുന്നത് ട്രാൻസ്ക്രിപ്ഷൻ ടെർമിനേഷന് വേണ്ടിയാണ്. സോ ടെർമിനേഷൻ ഓഫ് ട്രാൻസ്ക്രിപ്ഷൻ. DNA പോളിമറൈസോ റിമൂവൽ ഓഫ് RNA പ്രൈമർ ഫ്രം ന്യൂലി സിന്തസിസ്ഡ് DNA. അടുത്തത് അമിനോ ആസിഡ് സിന്തറ്റീസ് എന്തിനാണ്? അറ്റാച്ച്മെന്റ് ഓഫ് അമിനോ ആസിഡ് ടു tRNA. ഓപ്ഷൻ ഡി. അടുത്തത് as per Lyon hypothesis, one of the two chromosome undergo heterochromatinization and is called അതാണ് bar body. അപ്പൊ Lyon hypothesis bar body. അടുത്തത് which of the following is a unit of inheritance located in a fixed place on the gene on the chromosome? ഏതാണ്? gene. ഓപ്ഷൻ ബി gene. അടുത്തത് which of the following is a conventional energy resource? ഏതാണ്? ഓപ്ഷൻ ഡി biogas. അടുത്തത് microscope where the specimen is illuminated with the light of a specific wavelength or wavelengths which is absorbed by the photon causing them to emit light of longer wavelength that is of different color than the absorbed light. ഇതേതാണ്? ഓപ്ഷൻ ബി ഫ്ലൂറസെൻസ്. അടുത്തത് ഹ്യൂമൻ കൊറിയോണിക് ഗൊണാഡോട്രോപ്പിൻ HCG ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്? ഓപ്ഷൻ എ പ്ലാസെന്റ. അടുത്തത് മാച്ച് ദ ഫോളോയിങ് ആണ്. ലാമിനാർ ഫ്ലോ തന്നിട്ടുണ്ട്, ജെനറ്റിക് എഞ്ചിനീയറിംഗ്, PEG, ക്രയോ പ്രിസർവേഷൻ. അപ്പൊ ലാമിനാർ ഫ്ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? ടിഷ്യൂ കൾച്ചർ. ജെനറ്റിക് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് RDNA. PEG എന്ന് പറഞ്ഞാൽ പ്രോട്ടോപ്ലാസ്റ്റ് ഫ്യൂഷൻ. ക്രയോ പ്രിസർവേഷൻ എന്ന് പറഞ്ഞാൽ ഫ്രോസൺ സ്റ്റേറ്റ്. ഓപ്ഷൻ ബി. അടുത്തത് മെസഞ്ചർ മോളിക്യൂൾ സെക്രീറ്റഡ് ബൈ ഹെൽപ്പർ T സെൽ ദാറ്റ് റിക്രൂട്ട് അതർ WBC ആർ കോൾഡ് ഏതാണ്? ഓപ്ഷൻ സി ലിംഫോകൈൻസ്. അടുത്തത് ദ എൻസൈം അമിനോ ആസിഡ് tRNA സിന്തറ്റേസ് ഫോർ ആക്ടിവേഷൻ ഓഫ് അമിനോ ആസിഡ് റിക്വയേഴ്സ്. ഓപ്ഷൻ ഡി സിങ്ക്. അടുത്തത് കോയിക്കൈൻ ആൻഡ് ആൽക്കലോയിഡ് റിസൾട്ട് ഇൻ ഡബ്ലിംഗ് ഓഫ് ക്രോമസോം നമ്പർ ബിക്കോസ് ഓഫ് ഓപ്ഷൻ എ നോൺ ഫോർമേഷൻ ഓഫ് സ്പിൻഡിൽ. അടുത്തത് എക്സ്റേ ക്രിസ്റ്റലോഗ്രഫി ഈസ് യൂസ് ടു സ്റ്റഡി ഓപ്ഷൻ ബി 3-dimensional സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ. അടുത്തത് IgM എന്ന് പറഞ്ഞാൽ എന്താണ്? ദേ ആർ ഓപ്ഷൻ സി പെന്റാമേഴ്സ്. അടുത്തത് പോളി ആക്രൈലാമൈഡ് ജെൽ ആർ പ്രിപ്പയർഡ് ബൈ ക്രോസ് ലിങ്കിങ് ആക്രൈലാമൈഡ് വിത്ത് ഓപ്ഷൻ ഡി NN മീഥൈലൻ മെഥിലീൻ ബിസ് ആക്രൈലാമൈഡ്. അടുത്തത് സെർട്ടോളി സെൽസ് ഓപ്ഷൻ എ നൗറിഷ് ദി യങ് സ്പേംസ്. അടുത്തത് സ്റ്റോൺ ലെപ്രസി ഈസ് ഡ്യൂ ടു ഓപ്ഷൻ ബി ആസിഡ് റെയിൻ. അടുത്ത ക്വസ്റ്റ്യൻ ദ ചാനലിംഗ് ഓഫ് മോളിക്യൂൾസ് ഇൻ പ്ലാസ്മ മെംബ്രെയിൻ ഈസ് ക്യാരിഡ് ഔട്ട് ബൈ ഓപ്ഷൻ സി പ്രോട്ടീൻ. അടുത്ത ക്വസ്റ്റ്യൻ ഓഗസാഗി സ്ട്രാൻഡ് ആർ സിന്തസൈസ്ഡ് എവിടെയാണ്? ഓപ്ഷൻ ഡി ഓൺ ദ ലാഗിംഗ് സ്ട്രാൻഡ് ഡ്യൂറിംഗ് DNA റെപ്ലിക്കേഷൻ. അടുത്തത് ദ ലാർവ ഓഫ് സ്റ്റാർ ഫിഷ് ഏതാണ്? സ്റ്റാർ ഫിഷ് എന്ന് പറയുമ്പോൾ ഇക്കിനോഡെർമേറ്റിൽ വന്നതാണ്. ഇക്കിനോഡെർമേറ്റയ്ക്ക് അവരുടെ ലാർവ എന്നൊക്കെ പറയുമ്പോൾ ബൈലാറ്ററൽ സിമട്രി ആണ്. അടുത്തത് അനാഡ്രോമസ് ഫിഷ് മൈഗ്രേറ്റ് ഫ്രം അനാഡ്രോമസ് എന്ന് പറയുമ്പോൾ എന്താണ്? മറയിൽ നിന്ന് ഫ്രഷ് വാട്ടറിലേക്ക് പോകുന്നതാണ്. അടുത്തത് ഡയാസ്റ്റമ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് റാബിറ്റിലുള്ളതാണ്. ഇതൊരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് കാറ്റക്കോളമൈൻസ് ആർ ഡെറിവേറ്റീവ്സ് ഓഫ് ഓപ്ഷൻ എ തൈറോസിൻ. അടുത്ത ക്വസ്റ്റ്യൻ ദ എൻസൈം റിലീസ്ഡ് ബൈ സ്പേം ടു ഡിസോൾവ് എഗ് മെംബ്രെയിൻ ഏതാണ്? ഓപ്ഷൻ ബി ഹൈലോറോണിഡേസ്. അടുത്തത് സിംബോട്ടേസ്. സിംബോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രാൻസ്പോർട്ട് ഓഫ് 2 different substances in the same direction by the same carrier molecule at the same time. അടുത്തത് ഹെൻസൺ നോഡ് ഇൻ ഡെവലപ്മെന്റ് ഓഫ് ചിക്ക് ഈസ് ഫോംഡ് ഓഫ് ഓപ്ഷൻ ഡി നോട്ടോകോഡ് ന്യൂറൽ പ്ലേറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ എ പവർഫുൾ സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രൊസീജിയർ ഫോർ ഡിറ്റർമൈനിങ് ഇഫ് ഡിഫറൻസ് ഇൻ മീൻസ് ആർ സിഗ്നിഫിക്കന്റ് ആൻഡ് ഫോർ ഡിവൈഡിംഗ് വേരിയൻസ് ഇൻ ടു കമ്പോണന്റ് ഈസ് കോൾഡ് ഓപ്ഷൻ എ അനോവ. അടുത്ത ക്വസ്റ്റ്യൻ ഇഫ് ആൻ agglutinogen is present in the RBC of the blood, the corresponding agglutinin must be absent in plasma. If an agglutinogen is absent, corresponding agglutinin must be present in plasma. This is known as option B Landsteiner law. അടുത്തത് vision capable of discriminating different colors occur in bright light in which cones are optimally functioning is option D all of the above. That is phototopic vision, accommodation, scotopic vision. അടുത്തത് which of the following is a vitamin deficiency disease that was most common among sailors, mostly due to the lack of fresh fruit among them? Option B scurvy. അടുത്തത് oscillation of muscle jerk under appropriate condition is called option A clonus. അടുത്തത് echidizone is produced by option C prothoracic gland. അടുത്തത് an algorithm for comparing primary biological sequence information such as amino acid sequence of different protein or nucleotide of DNA sequence is known as option C BLAST. അടുത്തത് motif is a motif എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്ഷൻ ഡി tertiary structure.
അടുത്തത് വാട്ട് ഡസ് SPS സ്റ്റാൻഡ് ഫോർ? ഓപ്ഷൻ എ സ്റ്റാറ്റിസ്റ്റിക്കൽ പാക്കേജ് ഫോർ സോഷ്യൽ സർവീസ്. അടുത്തത് കൺസർവേഷൻ ഓഫ് എലിമെന്റ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ഔട്ട് ഓഫ് ദ കണ്ടസ്റ്റ് ഓഫ് ദർ നാച്ചുറൽ ഹാബിറ്റാറ്റ് ഈസ് റെഫർഡ് ടു as exit conservation. The best example of it is option B, zoos. Next is the convergent evolution is best described as option C, evolution of similar phenotype in distantly related species. അടുത്തത് El Nino and La Nina. Option D, produce opposite changes in the global temperature and precipitation pattern. അടുത്തത് cell surface receptor protein belongs to GPCR. Option A, G protein coupled receptor. അടുത്തത് a structural protein that wrap around the entire length of each thin filament help anchor thin filaments to the Z disc and regulate the length of thin filament during development. ഏതാണ്? ഓപ്ഷൻ ബി, നെബുലിൻ. അടുത്തത് which one of the following techniques is used to study the weaker magnetic field from the brain? ഓപ്ഷൻ സി, NMR. Next question, choose the correct one from the among the following. ഏതാണ്? ഓപ്ഷൻ ഡി, ഹെമാൻഗിയോമ. എന്താണ്? malformation of blood vessels. അടുത്തത് when a population is small there is a greater chance of option A, genetic drift. Next question, the first global conference on the depletion of ozone layer was held in option B, Vienna in 1985. Next, the last question, the disorder of protein deficiency in infants ഏതാണ്? is known as option C, Kwashiorkor. പാരഫൈലിറ്റിക് ഗ്രൂപ്പ്സ് ഇൻക്ലൂഡ്സ് ഓൺലി. പാരഫൈലിറ്റിക് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്? കോമൺ ആൻസിസ്റ്ററി എന്ന് വരുന്നിട്ടുള്ള ഡിസെൻഡന്റ് സ്പീഷീസ് ആണ് പാരഫൈലിറ്റിക് ഗ്രൂപ്പിലുള്ളത്. സോ ഓപ്ഷൻ എ, സം ഡിസെൻഡന്റ് സ്പീഷീസ് ഓഫ് കോമൺ ആൻസിസ്റ്റർ. അടുത്ത ക്വസ്റ്റ്യൻ, ഡിറ്റർമിനേഷൻ ഓഫ് ആൻസ്ട്രൽ റിലേഷൻഷിപ്പ് ഓഫ് ഓർഗാനിസം ആൻഡ് ഗ്രൂപ്പ്സ് എവല്യൂഷണറി ഹിസ്റ്ററി ത്രൂ ടൈം ഈസ്, അതാണ് ഫൈലോജനി. ഓപ്ഷൻ സി, ഫൈലോജനി. ഇനി മാച്ച് ദ ഫോളോയിങ് ആരൊക്കെയുണ്ട്? വില്ലെ ഹെന്നിങ്, കാരോളസ് ലിനേയസ്, സിംസൺ, അരിസ്റ്റോട്ടിൽ. അപ്പൊ നമുക്ക് നോക്കാം. വില്ലെ ഹെന്നിങ് എന്ന് പറഞ്ഞാൽ ക്ലാഡിസം, കരോളിസ് ലിനേയസ് ആണ് സിസ്റ്റമ നാച്ചുറേ, സിംസൺ ആണ് സിസ്റ്റമാറ്റിക്സ്, അരിസ്റ്റോട്ടിൽ ആണ് ഫാദർ ഓഫ് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. ഓപ്ഷൻ ഡി. അടുത്തത് ന്യൂമറിക്കൽ ടാക്സോണമി ഈസ് അതർവൈസ് കോൾഡ്. ന്യൂമറിക്കൽ ടാക്സോണമിനെ തന്നെയാണ് ഓപ്ഷൻ എ ഫെനറ്റിക്സ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഔട്ട് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ഗ്ലാസ് സ്പോഞ്ചസ് വിച്ച് വൺ ഈസ് ഫാൾസ്? ഗ്ലാസ് സ്പോഞ്ചസിൽ ഏതാണ് ഫാൾസ് ആയിട്ടുള്ളത്? ഓപ്ഷൻ ഡി, എ സെല്ലുലാർ പൈനക്കോഡം ആൻഡ് കൊയാനോഡം ആർ പ്രസന്റ്. അത് ഫാൾസ് ആണ്. അടുത്തത് കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ഒരു അസോഷൻ ഉണ്ട്, റീസൺ ഉണ്ട്. Closely related organism should have protein with very similar amino acid sequence or gene with the same or similar base sequence. Reason 1, members of the same species are identical at the molecular level. Reason 2, distantly related organisms are more and more different at the molecular level. So answer option B, assertion is true and reason 1 and 2 support assertion. അടുത്തത് the organ which create water current towards the mouth in amphiosex ഏതാണ്? ഓപ്ഷൻ ബി, wheel organ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, റിട്രോഗ്രസീവ് മെറ്റാമോർഫോസിസ് ഈസ് സീൻ ഇൻ. റിട്രോഗ്രസീവ് മെറ്റാമോർഫോസിസ് കാണിക്കുന്നത് ഇതിലാണ്. ഓപ്ഷൻ സി, യൂറോകോഡേറ്റ്സ്. അടുത്തത് കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അസേർഷൻ ദ ഫിനോമിനൻ ഓഫ് റിട്ടൻഷൻ ഓഫ് ലാറൽ ക്യാരക്ടർ ഓഫ് ആക്സോലോട്ടൈൽ ഈസ് കോൾഡ് നിയോട്ടനി ആൻഡ് ദേ ബിക്കം സെക്ഷുവലി മെച്യൂർ ടു സ്റ്റാർട്ട് റീപ്രൊഡക്ഷൻ. Reason 1, when water and food are abundant, they do not metamorphose into adult. Reason 2, if water and food are scarce, they lose gills and tail, develop lungs and metamorphose into adult. Reason 3, if water and food abundant, they metamorphose in adult. സോ ഇതിൽ ഏതാണ് കറക്റ്റ് നോക്കാം. സോ ഓപ്ഷൻ എ, അസേർഷൻ ട്രൂ ആണ് ആൻഡ് റീസൺ 1 സപ്പോർട്ട് അസേർഷൻ. റീസൺ 1 ആണ് അസേർഷനെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ എന്താണ്? ദ ഫിനോമിനൻ ഓഫ് റിട്ടൻഷൻ ഓഫ് ലാർവൽ ക്യാരക്ടർ ഓഫ് ആസിലോട്ടൈലിനെയാണ് നിയോട്ടനി എന്ന് പറയുന്നത്. ആൻഡ് ദേ ബിക്കം സെക്ഷുവലി മെച്യൂർ ടു സ്റ്റാർട്ട് റീപ്രൊഡക്ഷൻ. വെൻ വാട്ടർ ആൻഡ് ഫുഡ് ആർ അബണ്ടന്റ് ദേ ഡു നോട്ട് മെറ്റമോർഫൈസ് ഇൻ ടു അഡൽട്ട്. വാട്ടറും ഫുഡ് അബണ്ടന്റ് ആയിട്ട് വരുമ്പോൾ അവരൊരിക്കലും അഡൽട്ട് ആയിട്ട് മെറ്റാമോർഫോസ് ചെയ്യില്ല. ഓക്കെ. അടുത്തത് മാച്ച് ദ ഫോളോയിങ് ആണ്. ഏതൊക്കെയാണ്? ഡ്രാക്കോ, ജെക്കോ, വരാനസ്, യൂറോമാസ്ട്രിക്സ്, മാസ്റ്റിക്സ്. സോ ഡ്രാക്കോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡ്രാക്കോ പക്ടാജിയം. ജെക്കോയോ നോക്ടണൽ ആൻഡ് ഇൻസെക്ടിവോറസ്. വരാനസ് ലാർജസ്റ്റ് ലിവിംഗ് ലിസാർഡ്. യൂറോമാസ്റ്റിക്സ് എന്ന് പറയുന്നത് ഫോസോറിയൽ ലിസാർഡ്. ഓക്കെ. സോ ഓപ്ഷൻ എ. അടുത്തത് ഓർഗൻ ഓഫ് കോർട്ടി. ഓർഗൻ ഓഫ് കോർട്ടി ഈസ് organ of Corti എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്ഷൻ എ, made up of cells specially modified for recovering sound worms. Okay, so made up of cells specifying
specifically modified for recovering soundworms. അടുത്തത് ഔട്ട് ഓഫ് ദ ഫോളോയിങ് വിച്ച് ഇസ് നോട്ട് ഫിഷിംഗ് ഗിയർ അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ സി ഡഗ് ഔട്ട് കാനൈൻ. അടുത്ത മാച്ച് ഫോളോയിങ് ആണ് ഗ്രീൻ മഷൽ, ബ്രൗൺ മഷൽ, പിഞ്ചഡ, യൂട്രോപ്ലസ് സുറാറ്റൻസിസ്. അപ്പൊ ഇതാണ് ഗ്രീൻ മഷൽ എന്ന് പറയുന്നത് എന്താണ്? പെർണ വെർഡീസ്. ബ്രൗൺ മഷൽ ആണ് പെർണ ഇൻഡിക്ക. പിൻറ്റാഡയാണ് റാഫ്റ്റ് കൾച്ചർ. എട്രോപ്ലസ് സുറാറ്റൻസിസ് ആണ് ചിൽക്ക ലൈക്ക്. ദാറ്റ് ഈസ് ഓപ്ഷൻ സി. അടുത്തത് സ്പൊഡപ്റ്ററ മൗറീഷ്യ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഇസ് എ പെസ്റ്റ് ഓഫ് പാഡി. ഇതൊരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് ഡൈനോസേഴ്സ് ബിക്കം കംപ്ലീറ്റ്ലി എക്സ്റ്റിങ്ക്ട് ഇൻ എന്നായിരുന്നു? ഡൈനോസേഴ്സ് എക്സ്റ്റിങ്ക്ട് ആയിട്ട് അവര് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ജുറാസിക്കിലായിരുന്നു. പക്ഷെ ഏത് എപ്പോക്കിന്റെ കേസാണ് ചോദിച്ചേക്കുന്നത്? അത് എക്സ്റ്റിങ്ക്ട് ആയി പോയത് ഏതാണ്? പാലിയോസിൻ എപ്പോക്ക്. ഓക്കെ. അടുത്തത് എ പെർഫെക്റ്റ് ന്യൂട്രിയന്റ് സൈക്കിൾ ഈസ് എ ബയോജിയോകെമിക്കൽ സൈക്കിൾ ഇൻ വിച്ച് ഓപ്ഷൻ ബി ദ ന്യൂട്രിയൻസ് ആർ റീപ്ലേസ്ഡ് ആസ് ഫാസ്റ്റ് ആസ് ദേ ആർ റിമൂവ്ഡ് ഫ്രം ദ റിസർവിയർ പൂൾസ്. അടുത്തത് ഔട്ട് ഓഫ് ദ ഫോളോയിങ് വിച്ച് ഇസ് നോട്ട് എ പ്രോസസ് ഓഫ് എക്കോളജിക്കൽ സക്സഷൻ. ഓപ്ഷൻ സി ഡൊമിനൻസ്. അടുത്തത് മാച്ച് ദ ഫോളോയിങ് അമൻസാലിസം, കോമ്പറ്റീഷൻ, കമൻസാലിസം, ന്യൂട്രലിസം. അതിൽ അമൻസാലിസം എന്ന് പറഞ്ഞാൽ എന്താണ്? പോപ്പുലേഷൻ 1 അൺഅഫക്റ്റഡ്, പോപ്പുലേഷൻ 2 ഹാംഡ്. അപ്പൊ അമൻസാലിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാൾ അൺഅഫക്റ്റഡ് ആണ്, ഒരാൾക്ക് ഹാംഡ് ആണ്. കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡയറക്റ്റ് ഇൻഹിബിഷൻ ഓഫ് ഈച്ച് സ്പീഷീസ് ബൈ ദി അതർ. കമൻസാലിസമോ പോപ്പുലേഷൻ 1 ബെനിഫിറ്റഡ്, പോപ്പുലേഷൻ 2 അൺഅഫക്റ്റഡ്. ന്യൂട്രലിസോ നൈദർ പോപ്പുലേഷൻ അഫക്ട് ദി അതർ. ഓക്കെ. അപ്പൊ ഓപ്ഷൻ ഡി. അടുത്തത് സിംബയോട്ടിക് ഒറിജിൻ ഓഫ് മൈറ്റോകോൺട്രിയ ആൻഡ് ക്ലോറോപ്ലാസ്റ്റ് ഹാസ് ബീൻ കൺഫേംഡ് ബൈ ഓപ്ഷൻ എ മോളിക്കുലർ ടാക്സോണമി. അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ ട്രൂ? ഏതാണ്? ഓപ്ഷൻ ഡി 2 and 3 only. ഏതാണ്? ഹോമോണോമസ് സെഗ്മെന്റേഷൻ ഈസ് ഓൺലി ഹൈപ്പോതെറ്റിക്കൽ. Many animals exhibit heteronomous type of segmentation in which the segments are variously modified for doing different function. അടുത്തത് niche of an organism refers to ഓപ്ഷൻ എ functional role it plays in the ecosystem. അടുത്തത് how are transcription activators classified? ഓപ്ഷൻ ബി according to the type of DNA binding and domain. Regulated stage of gene expression is option A DNA RNA transcription. അടുത്തത് a few statement with regard to ozone depletion is given below. Find out which is not true. ഏതാണ്? ഓപ്ഷൻ ഡി decreases greenhouse effect. അടുത്തത് ഇറ്റായി is a disease caused by a metal pollution in Japan. Which is the metal? ഏതാണ്? ഇറ്റായി ഡിസീസ് ഉണ്ടാക്കുന്ന മെറ്റൽ ഏതാണ്? ഓപ്ഷൻ ബി കാഡ്മിയം. അടുത്തത് വിച്ച് ഇസ് നോട്ട് എ ടൈപ്പ് ഓഫ് അയണൈസിംഗ് റേഡിയേഷൻ എമിറ്റഡ് ബൈ റേഡിയോആക്റ്റീവ് സബ്സ്റ്റൻസ്. റേഡിയോആക്റ്റീവ് സബ്സ്റ്റൻസ് എമിറ്റ് ചെയ്യുന്ന അയണൈസിംഗ് റേഡിയേഷൻ അല്ലാത്തത് ഓപ്ഷൻ ബി ഡെൽറ്റ. അടുത്തത് ഔട്ട് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് വിത്ത് റെസ്പെക്ട് ടു അയണൈസിംഗ് റേഡിയേഷൻ വിച്ച് ഇസ് ഫാൾസ് ഏതാണ്? ഓപ്ഷൻ ഡി UV ലൈറ്റ് ഈസ് ആൻ എക്സാമ്പിൾ. അടുത്ത ക്വസ്റ്റ്യൻ വിത്ത് റെസ്പെക്ട് ടു റെഡ് ഡാറ്റ ബുക്ക് വിച്ച് സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് ട്രൂ? ഏതാണ്? ഓപ്ഷൻ ഡി യെല്ലോ പേജസ് കണ്ടെയ്ൻ സ്പീഷീസ് വിച്ച് ഹാവ് പോസിബിലി ടു ബിക്കം എക്സ്റ്റിങ്ക്ട്. അത് തെറ്റാണ്. അടുത്ത വിച്ച് ഡേറ്റ് ഈസ് ഒബ്സർവ്ഡ് വേൾഡ് എൻവയോൺമെന്റൽ ഡേ? ജൂൺ 5th. അതെല്ലാവർക്കും അറിയാവുന്ന ക്വസ്റ്റ്യൻ. അടുത്ത മാച്ച് ദ ഫോളോയിങ് സുന്ദർബൻ ബയോസ്ഫിയർ റിസർവ്, നോക്രക്, നംദാഫ, നന്ദാദേവി. അപ്പൊ സുന്ദർബൻ ബയോസ്ഫിയർ റിസർവ് എന്ന് പറയുമ്പോൾ വെസ്റ്റ് ബംഗാളിലാണ്. നോക്രക് എന്ന് പറയുമ്പോഴോ മേഘാലയ. നാംദാഫ എന്ന് പറഞ്ഞാലോ അരുണാചൽ പ്രദേശ്. നന്ദാദേവിയോ ഉത്തർപ്രദേശ്. സോ ഓപ്ഷൻ ബി. അടുത്തത് എ ഫ്യൂ സ്റ്റേറ്റ്മെന്റ് ആർ ഗിവൺ ബിലോ. ഫൈൻഡ് ഔട്ട് വിച്ച് വൺ ആർ ട്രൂ. ഏതാണ്? ഓപ്ഷൻ ബി 1, 2 and 3. ഏതൊക്കെയാണ്? Cerebral cortex is not very essential for learning and memory. Temporal lobe of primate play a significant role in learning of touch discrimination. Learning occur at many parts of the brain at once and no one part is absolutely essential. അടുത്തതൊരു ആസ് ഫോളോയിങ് ആണ് പലോലോ വേംസ്, 24-hour സോളാർ സൈക്കിൾ, നെസ്റ്റിംഗ് ഓഫ് ബേർഡ്സ്, ഡീവിയേഷൻ ഫ്രം ദ റെഗുലർ പാറ്റേൺ. സോ പലോലോ വേംസ് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഡി ലൂണാർ റിതം. അടുത്തത് 24-hour സോളാർ സൈക്കിൾ എന്ന് പറയുമ്പോഴോ 2C സർക്കാഡിയൻ റിതം. അപ്പൊ 24-hour സോളാർ സൈക്കിൾ സർക്കാഡിയൻ റിതം. നെസ്റ്റിംഗ് ഓഫ് ബേർഡ്സ് ഏതാണ്? എ, അതായത് ആനുവൽ റിതം. ഡീവിയേഷൻ ഫ്രം റെഗുലർ പാറ്റേൺ 4B ഫ്രീ റണ്ണേഴ്സ്. ഓക്കെ, ഡീവിയേഷൻ ഫ്രം ദ റെഗുലർ പാറ്റേൺ ഫ്രീ റണ്ണേഴ്സ്. ഓക്കെ, ദാറ്റ് ഈസ് ഓപ്ഷൻ ബി. അടുത്തത് കീമോ റിസെപ്റ്റേഴ്സ് ഓഫ് മെയിൽ സിൽക്ക് വർം മോത്ത് ആർ ലൊക്കേറ്റഡ് ഇൻ ഇറ്റ്സ് ഓപ്ഷൻ സി ആന്റിനെ. In which form is the iron in the human hemoglobin found?
Option B, divalent state. What is diastolic pressure? Option B, the minimum blood pressure during ventricular diastole before the beginning of next systole. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റെപ്പ് റിലേറ്റഡ് ടു പ്ലേറ്റ്ലെറ്റ് ഇസ് ഫാൾസ്? ഏതാണ്? ഓപ്ഷൻ ഡി, ത്രോംബോപ്ലാസ്റ്റിൻ ഓൾസോ റെഗുലേറ്റ് ദ പ്രൊഡക്ഷൻ ഓഫ് ത്രോംബോസൈറ്റ്. അടുത്തത്, വാട്ട് ഈസ് ഹൈപ്പർനേട്രീമിയ? ഓപ്ഷൻ ഡി, ആൻ ഇൻക്രീസ് ഇൻ പ്ലാസ്മ സോഡിയം ലെവൽ എബവ് നോർമൽ. അടുത്തത്, വിച്ച് among the following statement about loop of Henle is false? ഓപ്ഷൻ എ, loop of Henle begin in the medulla of kidney. അത് തെറ്റാണ്. അടുത്ത, വിച്ച് among the following is not true? ഓപ്ഷൻ ബി, ഇൻസുലിൻ ഇൻഫ്ലുവൻസ് ദ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ഓഫ് ഗ്ലൂക്കോസ് അക്രോസ് ദ റീനൽ ട്യൂബ്യൂൾസ്. അടുത്തത്, ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് ഇജാക്കുലേഷൻ പാത്വേ ഓഫ് സ്പേം. എങ്ങനെയാണ്? എഫറന്റ് ഡക്ടൽസ്, എപ്പിഡൈഡമിസ്, ഡക്ടസ് ഡിഫറൻസ്, ഇജാക്കുലേറ്ററി ഡക്ട്. ഓപ്ഷൻ എ. അടുത്തത്, വെദർ റിലാക്സ്ഡ് ഓർ കൺട്രാക്റ്റഡ്, വിച്ച് പാർട്ട് ഇൻ എ മയോഫൈബ്രിൽ ഓൾവേസ് റിമെയിൻ സെയിം ലെങ്ത്? ഏതാണ്? ഓപ്ഷൻ സി, എ ബാൻഡ്. എ ബാൻഡ് ആണ് അതുപോലെ തന്നെ ഇരിക്കുന്നത്. മാച്ച് ദ ഫോളോയിങ്: activation of B cell, mediator in allergic response, stimulation of phagocyte and complement system, passive immunity to fetus, protection from inhaled and injected pathogen. So നമുക്ക് വായിക്കാം. ബി സെൽ ആക്ടിവേറ്റ് ചെയ്യുന്നത്, ആക്ടിവേഷൻ ഓഫ് ബി സെൽ ഏതാണ്? ഒന്നാമത്തെ സി, IgM. അപ്പൊ ബി സെൽ ആക്ടിവേറ്റ് ചെയ്യുന്നത് IgM. അലർജിക് റിയാക്ഷൻ, അത് പെട്ടെന്ന് കേൾക്കുമ്പോൾ തന്നെ ഒറ്റയടിക്ക് കിട്ടുമല്ലോ, ഏതാണ്? IgE. Stimulation of phagocytes and complement system, passive immunity to fetus, ഏതാണ്? IgG. Protection from inhaled and ingested pathogen, അത് IgA. അടുത്തതും ഒരു മാച്ച് ഓഫ് ഫോളോയിങ് ആണ്: ഹെൽപ്പർ ടി സെൽ, സൈറ്റോടോക്സിക് ടി സെൽ, പ്ലാസ്മ സെൽ, കില്ലർ ടി സെൽസ്. അപ്പൊ നമുക്ക് നോക്കാം. ഹെൽപ്പർ ടി സെൽസ്, ഹെൽപ്പർ ടി സെൽ ആക്ടിവേറ്റ് T or B lymphocyte to become plasma cell. സൈറ്റോടോക്സിക് ടി സെൽസ് ആണെങ്കിലോ ഇത് bind to and destroy target cell. Plasma cells, the cells that are active in production of antibody ഉണ്ടാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് പ്ലാസ്മ സെൽസ്. കില്ലർ ടി സെൽസോ ആന്റിജൻ ആയിട്ട് കമ്പൈൻ ചെയ്ത് ലൈസ് ചെയ്ത് അതിൽ നിന്ന് സൈറ്റോകൈൻസ് റിലീസ് ചെയ്യിക്കും. അടുത്തത് മാച്ച് ഓഫ് ഫോളോയിങ് ആണ്: റേഡിയൽ ക്ലീവേജ്, സ്പൈറൽ ക്ലീവേജ്, ബൈലാറ്ററൽ ക്ലീവേജ്, റൊട്ടേഷണൽ ക്ലീവേജ്. റേഡിയൽ ക്ലീവേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്കിനോഡേംസിലും ഫ്ലാറ്റ് വോംസിലാണ്. സ്പൈറൽ ക്ലീവേജ് എന്ന് പറയുന്നത് അനിലിഡ്സ്, മൊലൂസ്ക് ആൻഡ് ഫ്ലാറ്റ് വോം. ബൈലാറ്ററൽ ക്ലീവേജ് എന്ന് പറയുന്നത് ട്യൂണിക്കേറ്റ്സിലാണ്. റൊട്ടേഷണൽ ക്ലീവേജ് എന്ന് പറയുന്നത് മാമൽസിലും നെമറ്റോഡ്സിലാണ്. സോ 44ാമത്തെ എ. അടുത്ത ക്വസ്റ്റ്യൻ, കോട്ടിലിഡനറി പ്ലാസിന ഈസ് സീൻ ഇൻ ഏതിലാണ്? ഓപ്ഷൻ ബി, ഷീപ്പ്. ഇതൊരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അടുത്തത്, ഫോർ ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ ഡ്യൂറിംഗ് ദ ഓവുലേറ്ററി ഫേസ് ഓഫ് മെൻസ്ട്രൽ സൈക്കിൾ ദ ഹോർമോൺ ഇൻജക്റ്റഡ് ടു സ്റ്റിമുലേറ്റ് സെവറൽ ഫോളിക്കിൾ ടു ഗ്രോ ഈസ്? ഓപ്ഷൻ എ, ഹ്യൂമൻ കൊറിയോണിക് ഗൊണാഡോട്രോപ്പിൻ. അടുത്തത്, chi-square test is applied when theoretical frequency is? ഓപ്ഷൻ ബി, അറ്റ്ലീസ്റ്റ് 10 or above 10. അടുത്തത്, സ്റ്റാർച്ച് ഇസ് എ മിക്സ്ചർ ഓഫ്? ഓപ്ഷൻ ബി, അമിലോസ് ആൻഡ് അമിലോപെക്റ്റിൻ. അടുത്തത്, എ ഫ്യൂ സ്റ്റേറ്റ്മെന്റ് ആർ ഗിവൺ ബിലോ അബൌട്ട് എ പർട്ടിക്കുലർ വൈറ്റമിൻ. ഫൈൻഡ് ഔട്ട് ദ വൈറ്റമിൻ. ഏതാണ്? ദ ഔട്ടർ ലെയർ ഓഫ് സീഡ് ഓഫ് പ്ലാന്റ് ആർ എസ്പെഷ്യലി റിച്ച് ഇൻ ദിസ് വൈറ്റമിൻ. അപ്പൊ സീഡിന്റെ ഔട്ടർ ലെയർ ഈ ഒരു വൈറ്റമിൻ കൊണ്ട് റിച്ച് ആണ്. വോൾ വീറ്റ് ബ്രെഡ് ഈസ് ആൻ എക്സാമ്പിൾ സോഴ്സ്, വേർ ആൻ ഓർഡിനറി വൈറ്റ് ബ്രെഡ് ഈസ് എ പുവർ സോഴ്സ്. എക്സസീവ് കുക്കിംഗ് ലീച്ചസ് ദിസ് വാട്ടർ സോലുബിൾ വൈറ്റമിൻ ഫ്രം മെനി ഫുഡ് മെറ്റീരിയൽ. ഏതാണ് ആ വൈറ്റമിൻ? ഓപ്ഷൻ സി, വൈറ്റമിൻ B1. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ കോസ് ഓഫ് കീറ്റോസിസ്? ഏതാണ്? ഓപ്ഷൻ ഡി, ലോ ലെവൽ ഓഫ് എക്സസൈസ് ഡ്യൂറിംഗ് ഡയറ്റിംഗ്. അടുത്തത്, ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ഓർണിത്തിൻ സൈക്കിൾ ഈസ് സിന്തസിസ് ഓഫ്? ഓപ്ഷൻ എ, കാർബോമൈൽ ഫോസ്ഫേറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് അമിനോ ആസിഡ് ആഫ്റ്റർ ട്രാൻസമിനേഷൻ ഡയറക്ട്ലി എൻ്റർ ക്രബ് സൈക്കിൾ അറ്റ് ഓസാലോഅസെറ്റിക് സ്റ്റേജ്? ഏതാണ്? ഓപ്ഷൻ ഡി, aspartic acid. അടുത്തത്, എ ഫ്യൂ സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ദ യൂസസ് ഓഫ് NMR സ്പെക്ട്രോസ്കോപ്പി ഈസ് ഗിവൺ ബിലോ. ഫൈൻഡ് ദ റോങ് വൺ. ഓപ്ഷൻ സി, കാൻ ഫോളോ ലിഗാൻഡ് ബൈൻഡിങ്. അടുത്തൊരു മാച്ച് ദ ഫോളോയിങ് ആണ്: തിൻ ലെയർ ക്രോമറ്റോഗ്രഫി, അയൺ എക്സ്ചേഞ്ച് ക്രോമാറ്റോഗ്രഫി, അഫിനിറ്റി ക്രോമാറ്റോഗ്രഫി, ഗ്യാസ് ക്രോമാറ്റോഗ്രഫി. അപ്പൊ തിൻ ലെയർ ക്രോമാറ്റോഗ്രഫി എന്ന് പറഞ്ഞാൽ എന്താണ്? അലൂമിന ആൻഡ് സിലിക്ക ജെൽ ആർ കോമൺലി യൂസ്ഡ് അഡ്സോർബന്റ്. അപ്പൊ തിൻ ലെയർ ക്രോമാറ്റോഗ്രഫിയുടെ അഡ്സോർബന്റ് ആണ് അലൂമിന ആൻഡ് സിലിക്ക ജെൽ. അടുത്തത്, അയൺ എക്സ്ചേഞ്ച് ക്രോമാറ്റോഗ്രഫി എന്ന് പറഞ്ഞാലോ അത് കോളംസ് ആർ മെയ്ഡ് ഓഫ് സിന്തറ്റിക് റിസിൻസ്. അഫിനിറ്റി ക്രോമാറ്റോഗ്രഫി എന്ന് പറഞ്ഞാൽ എന്താണ്? ഐസൊലേഷൻ ഓഫ് സ്പെസിഫിക് ഇമ്യൂണോഗ്ലോബിൻ ഫ്രം ആന്റിസെറ. അടുത്തത്, ഗ്യാസ് ക്രോമറ്റോഗ്രഫി എന്ന് പറഞ്ഞാൽ എന്താണ്? സെപ്പറേഷൻ ഓഫ് ഡിഫറെന്റ് ഫാറ്റി ആസിഡ്സ്. അടുത്തത്, ക്രോമസോമൽ ക്രോസിംഗ് ഓവർ ഒക്കേഴ്സ് ഡ്യൂറിംഗ് എന്നാണ്? പ്രൊഫേസ് ഓഫ് ഫസ്റ്റ് മെയോട്ടിക് ഡിവിഷൻ. അടുത്തത്, സ്യൂഡോ ഓട്ടോസോമൽ സെഗ്മെന്റ് ഓഫ് ബോത്ത് എക്സ് ആൻഡ് വൈ ക്രോമസോം ക്യാരി? ഓപ്ഷൻ ബി, ഇൻകംപ്ലീറ്റ്ലി സെക്സ് ലിങ്ക്ഡ് ജീൻ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഈസ് നോട്ട് ആൻ ഓട്ടോസോമൽ ഡിസോർഡർ? ഏതാണ്? സിക്കിൾ സെൽ അനീമിയ, ടേ സാക്ക് ഡിസീസ്, തലസീമിയ, ആൽബിനിസം. ഏതാ? പക്ഷെ ഇതൊക്കെ ഓട്ടോസോമൽ ഡിസോർഡർ ആണ്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ തെറ്റാണ്.
അടുത്തത് ദ ക്യാരക്ടറിസ്റ്റിക് സെൽ വാൾ മെറ്റീരിയൽ പെപ്റ്റിഡോഗ്ലൈക്കൺ ഈസ് പ്രസന്റ് ഇൻ. പെപ്റ്റിഡോഗ്ലൈക്കൺ ഉള്ളത് ഏതിലാണോ? യു ബാക്ടീരിയയിലാണ്. ഓപ്ഷൻ ഡി യു ബാക്ടീരിയ. അടുത്തത് ഫൈൻഡ് ഔട്ട് ദ ഫാക്ടർ വിച്ച് ഡസ് നോട്ട് ഇൻഫ്ലുവൻസ് ദ എൻസൈം ആക്ടിവിറ്റി. ഏതാണ്? ഓപ്ഷൻ ബി ഹ്യൂമിഡിറ്റി. ബാക്കി സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ, ടെമ്പറേച്ചർ, pH ഇതൊക്കെ എൻസൈം ആക്ടിവിറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ്, ഹ്യൂമിഡിറ്റി അല്ല. സോ ഓപ്ഷൻ ബി. അടുത്തത് വാട്ട് ഈസ് ദ കീ റോൾ ഓഫ് വോൾട്ടേജ് ഗേറ്റഡ് K+ അയൺ ചാനൽ. ഏതാണ്? ഓപ്ഷൻ ബി നെർവ് കണ്ടീഷൻ. മാച്ച് ദ ഫോളോയിങ് ആണ്. പേരൊക്കെ തന്നിട്ടുണ്ട്. ലെപ്റ്റോട്ടിൻ, സൈഗോട്ടിൻ, പാക്കിറ്റിൻ, ഡിപ്ലോട്ടിൻ. അപ്പൊ നമുക്ക് നോക്കാം. ലെപ്റ്റോട്ടിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ബൊക്കറ്റ് ഫോർമേഷൻ. ഇപ്പൊ ബൊക്കറ്റ് ഫോർമേഷൻ വരുന്നത് ലെപ്റ്റോട്ടിൻ ആണ്. സൈഗോട്ടിനോ? സിനാപ്റ്റോണമൽ കോംപ്ലെക്സ്. സൈഗോട്ടിൻ എന്ന് പറയുന്നത് എന്താണ്? സിനാപ്റ്റോണമൽ കോംപ്ലെക്സ്. പാക്കിറ്റിൻ എന്ന് പറയുമ്പോൾ എന്താണ്? പാക്കിറ്റിൻ ആണ് കയാസ്മേറ്റ. അപ്പൊ കയാസ്മേറ്റ എന്ന് പറയുന്നത് പാക്കിറ്റിൻ. ഡിപ്ലോട്ടിൻ ആണെങ്കിലോ ടെട്രാഡ്. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ്? ലെപ്റ്റോട്ടിൻ എന്ന് പറയുന്നത് ബൊക്കറ്റ് ഫോർമേഷൻ, സൈഗോട്ടിൻ എന്ന് പറയുന്നത് സിനാപ്റ്റോണമൽ കോംപ്ലെക്സ്, പാക്കിറ്റിൻ ആണ് എന്ത്? പാക്കിറ്റിൻ ആണ് കയാസ്മേറ്റ, ആൻഡ് ഡിപ്ലോട്ടിൻ ആണ് ടെട്രാഡ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ജെനറ്റിക് ഡിസോർഡർ. ജെനറ്റിക് ഡിസോർഡർ അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ ഡി ഗ്ലിയോബ്ലാസ്റ്റോമ. ഗ്ലിയോബ്ലാസ്റ്റോമ എന്ന് പറയുന്നത് ഒരു ജെനറ്റിക് ഡിസോർഡർ അല്ല. അടുത്തത് കറക്റ്റ് സീക്വൻസ് ഇൻവോൾവ് ഇൻ ദ ഫ്ലോ ഓഫ് ജെനറ്റിക് ഇൻഫോർമേഷൻ. എങ്ങനെയാണ്? ആദ്യം റെപ്ലിക്കേഷൻ, പിന്നെ ട്രാൻസ്ക്രിപ്ഷൻ, ദെൻ ട്രാൻസ്ലേഷൻ. സോ ഓപ്ഷൻ സി. അടുത്തത് എ ഫ്യൂ സ്റ്റേറ്റ്മെന്റ് ആർ ഗിവൺ ബിലോ വിത്ത് റെസ്പെക്ട് ടു ട്രാൻസ്പോസോൺസ്. ട്രാൻസ്പോസോൺസ് എന്ന് പറയുന്നത് ജമ്പിങ് ജീൻസ് ആണ്. വിത്തൗട്ട് ദ വൺ വിച്ച് ഈസ് ഫാൾസ്. ഇതിൽ തെറ്റായിട്ടുള്ളത് ഏതാണ്? ഇറ്റ് ക്യാൻ ബൂസ്റ്റ് അപ്പ് ദ എക്സ്പ്രഷൻ ഓഫ് ദ ഇൻവേർട്ടഡ് ജീൻ ഓർ ടേൺ ഓഫ് ദി എക്സ്പ്രഷൻ ഓഫ് എ നൈബറിംഗ് ജീൻ വൺസ് ഇറ്റ് ഹാസ് ഇൻസെർട്ടഡ് ഇറ്റ് സെൽഫ് ഇൻ എ ജീൻ. അത് ഫാൾസ് ആണ്. അടുത്തത് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ. ഏതാണ്? ഓപ്ഷൻ ഡി സർവൈക്കൽ, ബ്രസ്റ്റ് ആൻഡ് സ്കിൻ ക്യാൻസേഴ്സ് ആർ കാർസിനോമാസ് ആൻഡ് കാർസിനോമാസ് ഇൻക്ലൂഡ് അബൌട്ട് 85% ഓഫ് ഹ്യൂമൻ ക്യാൻസേഴ്സ്. അത് കറക്റ്റ് ആണ്. അപ്പോൾ സർവൈക്കൽ, ബ്രസ്റ്റ് ആൻഡ് സ്കിൻ ക്യാൻസേഴ്സ് എന്ന് പറയുന്നതൊക്കെ കാർസിനോമാസ് ആണ്. കാർസിനോമ ഇൻക്ലൂഡ് അബൌട്ട് 85% ഓഫ് ഹ്യൂമൻ ക്യാൻസേഴ്സ്. സാറ്റലൈറ്റ് DNA കൺസിസ്റ്റ് ഓഫ് സീക്വൻസ് വിത്ത് ലെങ്ത്. സാറ്റലൈറ്റ് DNA എന്ന് പറയുമ്പോൾ അതിലുള്ള സീക്വൻസ് എങ്ങനെയാണ്? എത്ര ലെങ്ത് ആണ്? ഓപ്ഷൻ ഡി 5 to 100 ബേസ് പെയർ. അടുത്തത് ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. എ ക്രോസ് മെയ്ഡ് വിത്ത് എ റെസസീവ് പാരന്റൽ ടൈപ്പ്. എ ക്രോസ് മെയ്ഡ് വിത്ത് എനി ഓഫ് ദ റെസസീവ് ഓർ പാരന്റൽ ടൈപ്പ്. If the dominant factor cannot completely suppress the recessive but the expression become intermediate between the two. If both the dominant and recessive character express themselves in the offspring. ഇത്രയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഒന്നാമത്തത് എ ക്രോസ് മെയ്ഡ് വിത്ത് റെസസീവ് പാരന്റൽ ടൈപ്പ്. റെസസീവ് പാരന്റൽ ടൈപ്പ് ആയിട്ട് ക്രോസ് മെയ്ഡ് ചെയ്യുന്നത് ഏതിലാണ്? ടെസ്റ്റ് ക്രോസിന്റെ കേസിലാണ്. ഇനി എ ക്രോസ് മെയ്ഡ് വിത്ത് എനി ഓഫ് ദ റെസസീവ്, ഏതെങ്കിലും റെസസീവ് ഓർ പാരന്റൽ ടൈപ്പ്, അതേതാണ്? ബാക്ക് ക്രോസ് എന്ന് പറയുന്നത്. അടുത്തത് ഇഫ് ദ ഡോമിനന്റ് ഫാക്ടർ കനോട്ട് കംപ്ലീറ്റ് സപ്രസ് ദ റെസസീവ് ബട്ട് എക്സ്പ്രഷൻ ബിക്കം ഇന്റർമീഡിയറ്റ്, അതാണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് പറയുന്നത്. അടുത്തത് ഇഫ് ബോത്ത് ദ ഡോമിനന്റ് ആൻഡ് റെസസീവ് ക്യാരക്ടർ എക്സ്പ്രസ് ദംസെൽഫ് ഇൻ ദ ഓഫ്സ്പ്രിംഗ്, രണ്ടും എക്സ്പ്രസ് ചെയ്യുന്നതാണ് കോഡോമിനൻസ്. കംപ്ലീറ്റ് ആവാതെ ഒരെണ്ണം എക്സ്പ്രസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു ഇന്റർമീഡിയറ്റ് ആയിട്ട് കിട്ടുന്നതാണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ എ. അടുത്തത് ടെർമിനേറ്റർ കോഡോൺ ഓൺ ദ mRNA ഡ്യൂറിങ് പ്രോട്ടീൻ സിന്തസിസ്. ഏതൊക്കെയാണ്? ടെർമിനേറ്റർ കോഡോൺ UAA, UAG, UGA. ഓപ്ഷൻ ഡി. അടുത്തത് ദ എൻസൈം വിച്ച് കൺവേർട്ട് പൈറുവേറ്റ് ടു ഓസാലോ അസറ്റേറ്റ് ഇൻ ഗ്ലൂക്കോനിയോജനസിസ്. ഏതാണ്? ഓപ്ഷൻ സി പൈറുവേറ്റ് കാർബോക്സിലേസ്. അടുത്തത് LH and FSH ആർ കളക്ടീവ്ലി കോൾഡ്. എന്താണ്? ഓപ്ഷൻ ഡി ഗോണാഡോട്രോപ്പിൻസ്. അടുത്തത് ഗിസാർഡ് പ്രോവെൻട്രിക്കുലസ് ഇൻ കോക്രോച്ച് ലൈസ് ബിറ്റ്വീൻ. ഗിസാർഡ് ഇൻ കോക്രോച്ച് ലൈസ് ബിറ്റ്വീൻ. ഓപ്ഷൻ ബി ക്രോപ്പ് ആൻഡ് മീസൻട്രോൺ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് സൂയിഡ് ഈസ് ജനറലി മോട്ടൈൽ. മോട്ടൈൽ ആയിട്ടുള്ള സൂയിഡ് ഏതാണ്? മെഡുസയാണ്. എന്ത്? ഫ്രീ സ്വിമ്മിങ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ മോട്ടൈൽ ആയിട്ടുള്ളതാണ് മെഡുസ. ഓപ്ഷൻ ബി. അടുത്ത വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് പെയർ ഈസ് നോട്ട് കറക്റ്റ്ലി മാച്ച്ഡ്. ഏതാണ്? ആർബോറിയൽ അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത് വെബ്ഡ് ഫീറ്റ്. അത് തെറ്റാണ്. ഇനി ദ മൂവ്മെന്റ് ഓഫ് മാസ് ഓഫ് സെൽസ് ടുവേർഡ്സ് ഈച്ച് അതർ ആൻഡ് ദർ ഫ്യൂഷൻ ഇൻ ടു വൺ സെൽ മാസ് ഈസ് കോൾഡ്. അതിനെയാണ് കോൺക്രിസൻസ് എന്ന് പറയുന്നത്. ഓക്കെ. അടുത്തത് എക്കോളജിക്കൽ ഈക്വാലന്റ് ആർ ടാക്സോണമിക്കലി ഡിഫറെന്റ് ഓർഗാനിസംസ് വിച്ച് ഒക്യുപ്പൈ. ഓപ്ഷൻ ഡി
സെയിം ഓർ സിമിലർ എക്കോളജിക്കൽ നിഷ് പെർഫോമിംഗ് സിമിലർ ഫങ്ഷൻ ഇൻ ഡിഫറെൻറ്റ് ജോഗ്രഫിക്കൽ റീജിയൻ. അടുത്തത് വൈറ്റമിൻ വിച്ച് ഈസ് എസെൻഷ്യൽ ഫോർ ബ്ലഡ് ക്ലോട്ടിങ് ഈസ്. ഇത് ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ ബ്ലഡ് ക്ലോട്ടിങ്, ബ്ലഡ് കട്ട കെ എന്ന് ഓർത്താൽ മതി, വൈറ്റമിൻ കെ കട്ട. അപ്പോൾ ബ്ലഡ് ക്ലോട്ടിങ് റെസ്പോൺസിബിൾ ആയിട്ടുള്ള വൈറ്റമിൻ ആണ് വൈറ്റമിൻ കെ. അടുത്തത് വെൻ റിലേറ്റീവ്ലി പാൽപ്പബിൾ ആൻഡ് അൺപ്രൊട്ടക്റ്റഡ് സ്പീഷീസ് ഓഫ് ആനിമൽ ഇമിറ്റേറ്റ് ദ റിലേറ്റീവ്ലി അൺപാൽപ്പബിൾ ഓർ വെൽ പ്രൊട്ടക്റ്റഡ് സ്പീഷീസ് ഇറ്റ് ഈസ് കോൾഡ് ബാറ്റ്സിയൻ മിമിക്രി. ഇതൊരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അടുത്തൊരു മാച്ച് ദ ഫോളോയിങ് ആണ്. എന്തൊക്കെ തന്നിട്ടുണ്ട്? അമീബോയിഡ് പ്രോട്ടോസോൺ, സീലേറ്റഡ് പ്രോട്ടോസോൺ, ഫ്ലജലേറ്റഡ് പ്രോട്ടോസോൺ, സ്പോറോസോൺസ്. അമീബോയിഡ് പ്രോട്ടോസോൺസ് ആണ് അമീബ. സീലേറ്റഡ് പ്രോട്ടോസോൺസ് എന്ന് പറയുമ്പോൾ പാരമീസിയം. ഫ്ലജലേറ്റഡ് പ്രോട്ടോസോൺ ആണ് ട്രൈപ്പനോസോമ. ആൻഡ് സ്പോറോസോൺസ് ആണ് പ്ലാസ്മോഡിയം. അടുത്തത് കീമോസിന്തറ്റിക് ഓട്ടോട്രോഫിക് ബാക്ടീരിയ ആർ നെയ്മഡ് സോ ബിക്കോസ്. Option A, they oxidize various inorganic substances such as nitrite and ammonia and use the released energy for this ATP production. അടുത്തത് ഹൈഡ്ര എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്ഷൻ എ ഫ്രഷ് വാട്ടർ, ഡിപ്ലോബ്ലാസ്റ്റിക് ആൻഡ് റേഡിയേറ്റീവ് സിമെട്രിക്. അടുത്തത് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ അനിലിഡ്. ഏതാണ്? നീറീസ് എന്ന് പറയുന്നത് ഒരു അനിലിഡ് ആണ്. അടുത്തത് റയറിംഗ് ഓഫ് ഹണീബീനെ വളർത്തുന്നതിനാണ് എപ്പിക്കൾച്ചർ എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ ഡി. അടുത്തത് അനാഡ്രോമസ് ഫിഷസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സീയിൽ നിന്ന് ഫ്രഷ് വാട്ടറിലേക്ക് പോകുന്നവരാണ് അനാഡ്രോമസ് ഫിഷസ്. അടുത്തത് കുറച്ച് എപ്പിത്തീലിയൽ ടിഷ്യൂസ് വരുന്നുണ്ട്, അതിൻ്റെ ലൊക്കേഷൻ ചോദിച്ചേക്കുന്നത്. സോ നമുക്ക് നോക്കാം ഏതൊക്കെ തന്നിട്ടുണ്ട്. ക്യൂബോയിഡൽ, സീലിയേറ്റഡ്, കൊളുമിനർ, സ്ക്യൂമസ്, കെറാറ്റിനൈസ്ഡ്. അപ്പോൾ ക്യൂബോയിഡൽ എന്ന് പറയുമ്പോൾ എന്താണ്? A5. അപ്പോൾ ക്യൂബോയിഡൽ എന്ന് പറയുമ്പോൾ ലൈനിങ് ഓഫ് പാൻഗ്രാറ്റിക് ഡക്ട് സ്ക്യൂമസ്. ഓക്കെ, അപ്പോൾ ലൈനിങ് ഓഫ് പാൻഗ്രാറ്റിക് ഡക്ട് സ്ക്യൂമസിലാണ് ക്യൂബോയിഡൽ ഉള്ളത്. സീലിയേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? B4, ഇന്നർ ലൈനിങ് ഓഫ് ഫെലോപ്പിയൻ ട്യൂബ്. അപ്പോൾ സീലിയേറ്റഡ് എന്ന് പറയുമ്പോൾ ഫെലോപ്പിയൻ ട്യൂബിൻ്റെ ഇന്നർ ലൈനിങ്ങിൽ. കൊളുമിനർ എന്ന് പറഞ്ഞാൽ എന്താണ്? C3, ഇന്നർ സർഫസ് ഓഫ് ഗാൾ ബ്ലാഡർ. സ്ക്യൂമസ് എന്ന് പറഞ്ഞാലോ D2, ഇന്നർ ലൈനിങ് ഓഫ് ബ്ലഡ് വെസൽസ്. കെറാറ്റിനൈസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? E1, എപ്പിഡെർമിസ് ഓഫ് ദ സ്കിൻ. കെറാറ്റിൻ എന്ന് പറയുമ്പോൾ തന്നെ സ്കിൻ, അപ്പോൾ സ്കിന്നിൻ്റെ എപ്പിഡെർമിസ് ഇത്. സോ ഓപ്ഷൻ സി. അടുത്തത് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ബിലോങ് ടു അഗ്രികൾച്ചറൽ ക്രോപ്പ് പെസ്റ്റ് ഏതാണ്? ഓപ്ഷൻ സി ഡിസ്റ്റർക്കസ് സിംഗുലാറ്റസ്. അടുത്തത് ബോംബൈക്കോൾ ബിലോങ് ടു. ബോംബൈക്കോൾ എന്ന് പറയുന്നത് അതൊരു ഓപ്ഷൻ ഡി സെക്സ് ഫെറമൺ. അടുത്തത് എ ടെമ്പറൽ സീരീസ് ഓഫ് ഓർഗാനിസം, പോപ്പുലേഷൻ, സെൽസ് ഓർ ജീൻ കണക്റ്റഡ് ബൈ എ കണ്ടിന്യൂസ് ലൈൻസ് ഓഫ് descent from ancestor to descendant is called ഓപ്ഷൻ എ lineage. അടുത്തത് എ ഡയഗ്രാം ദാറ്റ് റെപ്രസെന്റ് എവല്യൂഷണറി റിലേഷൻഷിപ്പ് എമോങ് ഓർഗാനിസം ഈസ് നോൺ ആസ്. അതിനെയാണ് ഫൈലോജനറ്റിക് ട്രീ. ഓപ്ഷൻ എ. അടുത്ത വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഹോമിനിഡ് ഫോസിൽ. ഏതാണ്? ഓപ്ഷൻ ഡി. അടുത്തത് ഹൈപ്പർ സെക്രീഷൻ ഓഫ് അഡ്രിനൽ കോർട്ടെക്സ് കോസസ്. ഓപ്ഷൻ എ ആഡിസൺ ഡിസീസ്. അടുത്തത് ആക്ടിവിറ്റി ഓഫ് ലേഡിക് സെൽ ഈസ് ഗവർൺ ബൈ എ പിറ്റ്യൂട്ടറി ഹോർമോൺ അബ്രിവേറ്റഡ് as. ഓപ്ഷൻ ഡി ICSH. ബാൽട്ടോമർ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ഏതാണ്? വൈറസ്. ഇത് 3-4 തവണ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് വിത്തിൻ ബയോളജിക്കൽ കമ്മ്യൂണിറ്റി സം സ്പീഷീസ് ആർ ഇമ്പോർട്ടൻറ്റ് ഇൻ ഡിറ്റർമൈനിങ് ദ എബിലിറ്റി ഓഫ് എ ലാർജ് നമ്പർ ഓഫ് അതർ സ്പീഷീസ് ടു പെർസിസ്റ്റ് ഇൻ ദ കമ്മ്യൂണിറ്റി. സച്ച് സ്പീഷീസ് ആർ കോൾഡ് കീസ്റ്റോൺ സ്പീഷീസ്. ഇതും ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് ദ എവല്യൂഷണറി തിയറി ലൈക്ക് ആർബോറിയൽ തിയറി, ദ വിഷ്വൽ പ്രിഡേഷൻ തിയറി ആൻഡ് ദ ആൻജിയോസ്പേം കോ എവല്യൂഷൻ തിയറി. ഇതൊക്കെ ദേ ആർ അസോസിയേറ്റഡ് വിത്ത് ഓപ്ഷൻ എ പ്രീമേറ്റ് ഒറിജിൻ. അടുത്തത് ദ പീരിയഡ് വിച്ച് മാർക്ക് ദ ഫസ്റ്റ് അപ്പിയറൻസ് ഓഫ് ട്രൈലോബൈറ്റ്. ഏതാണ്? ഓപ്ഷൻ സി കാംബ്രിയൻ. അടുത്തത് വിച്ച് among the following are true about complement system. Which among the following are true about complement system? ഓപ്ഷൻ സി 2, 3 and 4. ഏതൊക്കെയാണ്? ആക്ടിവേഷൻ ഓഫ് ഇൻഫ്ലമേഷൻ, ഓപ്സോണൈസേഷൻ, ഇമ്മ്യൂൺ ക്ലിയറൻസ്. അടുത്തത് ദ ജനറ്റിക് ഡിസോർഡർ സിക്കിൾ സെൽ അനീമിയ ഈസ് എൻ എക്സാമ്പിൾ ഓഫ്. ഓപ്ഷൻ എ പ്ലിയോട്രോപ്പി. അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ജിനോടൈപ്പ് കോസസ് ക്ലെനിഫെൽറ്റർ സിൻഡ്രോം XSY. അടുത്തത് ഡ്യൂറിങ് ദിസ് ഫേസ് ഓഫ് സെൽ സൈക്കിൾ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് സെപ്പറേറ്റ് ചെയ്യുന്നത്. ഓപ്ഷൻ സി അനാഫേസിന്റെ സമയത്താണ്. ഇതൊരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ദ PCR ഈസ് യൂസ്ഡ് ഇൻ. എന്തിനാണ്? നമുക്ക് കുറേ തന്നിരിക്കുന്ന DNA ലാർജ് ക്വാണ്ടിറ്റി ഒബ്റ്റെയിൻ ചെയ്യാനാണ് PCR ഉപയോഗിക്കുന്നത്. അടുത്തത് വാട്ട് ഈസ് ദ കീ ഡിഫറൻസ് ബിറ്റ്വീൻ മൈറ്റോസിസ് ഇൻ പ്ലാന്റ് സെൽസ് ആൻഡ് മൈറ്റോസിസ് ഇൻ അനിമൽ സെൽസ്? എന്താണ്? ഓപ്ഷൻ ഡി എ സെൽ പ്ലേറ്റ് ഈസ് ഫോംഡ് ഡ്യൂറിങ് മൈറ്റോസിസ് ഇൻ പ്ലാന്റ് സെൽ. പ്ലാന്റ് സെൽസിന്റെ കേസിലാണെങ്കിൽ ഒരു സെൽ പ്ലേറ്റ് ഫോം ചെയ്യുന്നുണ്ട്. അടുത്തത് ടെർമിനേഷൻ കോഡോൺ ഈസ് നോട്ട്. ബാക്കി UAA, UGA, UAG എന്ന് പറയുന്നത് ടെർമിനേഷൻ കോഡോൺ ആണ്. AUG എന്ന് പറയുന്നത് സ്റ്റാർട്ടിംഗ് കോഡോൺ ആണ്, മെത്തിയോണിൻ ആണ്.
AUG stand for methionine. അടുത്തത് വൂബിൾ ഹൈപ്പോത്തസിസ് വാസ് ഫസ്റ്റ് പ്രപ്പോസ്ഡ് ബൈ ആരാണ്? ഓപ്ഷൻ ഡി ക്രിക്ക്. അടുത്തത് വിച്ച് ഇസ് ദ തേർഡ് സ്റ്റെപ്പ് ഇൻ ഇലോങ്ങേഷൻ ഇൻ ബാക്ടീരിയ ഡ്യൂറിങ് ട്രാൻസ്ലേഷൻ? ഏതാണ്? ഓപ്ഷൻ സി ട്രാൻസ്ലൊക്കേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ ലിങ്ക്ഡ് ജീൻ ഡു നോട്ട് അസോർട്ട് ഇൻഡിപെൻഡൻ്റ്ലി ബിക്കോസ് ദേ ആർ ഓൺ ദ എന്താണ് ലിങ്ക്ഡ് ജീൻസ് പറയുമ്പോൾ അവർ സെയിം ക്രോമസോമിലായിരിക്കുള്ളൂ. അടുത്ത ഇൻ ഡ്രോസോഫില ഐ കളർ ഈസ് സെക്സ് ലിങ്ക്ഡ് ആൻഡ് റെഡ് ഐ കളർ ഈസ് ഡോമിനന്റ് ടു വൈറ്റ് ഐ കളർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ നോട്ട് പോസിബിൾ ഇൻ എ ക്രോസ് ബിറ്റ്വീൻ റെഡ് ഐഡ് മെയിൽ ആൻഡ് എ ഹെട്രോസൈഗസ് ഫീമെയിൽ? ഓപ്ഷൻ ഡി ഹോമോസൈഗസ് വൈറ്റ് ഐഡ് ഫീമെയിൽ. അടുത്തത് ഇൻ ഹാംബർഗർ ഫിനോമിനൻ ദ അയൺ എക്സ്ചേഞ്ച് ആർ അറിയാലോ ബൈകാർബണേറ്റ്. RBCയിൽ നിന്ന് ബൈകാർബണേറ്റ് പുറത്തേക്ക് വരും, പ്ലാസ്മയിലേക്ക് വരും, പ്ലാസ്മയിൽ നിന്ന് Cl ഉള്ളിലേക്ക് പോകും. അതാണ് ഹാംബർഗർ ഫിനോമിനൻ. ഏതൊക്കെ അയൺസ് ആണ് എക്സ്ചേഞ്ച് ചെയ്യുന്നത്? ബൈകാർബണേറ്റ്സും ക്ലോറേറ്റും. അടുത്തത് ദ RNA പോളിമറൈസ് കോർ എൻസൈം കൺവേർട്ട് ഇൻ ടു ഹോളോ എൻസൈം ബൈ ജോയിനിങ് വിത്ത് ഓപ്ഷൻ ഡി സിഗ്മ സബ് യൂണിറ്റ്. അടുത്തത് പിക്ക് ദ കറക്റ്റ് പെയർ വിത്ത് റെസ്പെക്ട് ടു പ്രൈമേഴ്സ് യൂസ്ഡ് ഇൻ DNA റെപ്ലിക്കേഷൻ? ഏതാണ്? ഓപ്ഷൻ ബി RNA പ്രൈമർ ഫോർ ബോത്ത് പ്രോകാരിയോട്സ് ആൻഡ് യൂകാരിയോട്സ്. അടുത്തത് the dideoxy sequencing method of DNA is also known as Sanger enzymatic sequencing. ഓപ്ഷൻ ബി. ഇതൊരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് ഷൈൻ ഡാൽഗ്രനോ സീക്വൻസീസെ അതൊരു റൈബോസോം ബൈൻഡിങ് സൈറ്റ് ആണ്. ഇതും ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹിസ്റ്റോൺ ബൈൻഡ് ടു ലിങ്കർ DNA? ഏതാണ്? H1 ആണ് ലിങ്കർ DNA ആയിട്ട് ബൈൻഡ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ഇൻ വിച്ച് സ്റ്റേജ് ഓഫ് ജനറ്റിക് എഞ്ചിനീയറിംഗ് എ പ്രോബ് ഈസ് യൂസ്ഡ്? ഏതാണ്? ഓപ്ഷൻ ഡി സ്ക്രീനിങ്. അടുത്തത് റെപ്രസർ മോളിക്യൂൾസ് ബൈൻഡ് ടു. റെപ്രസർ ബൈൻഡ് ചെയ്ത് ഇങ്ങോട്ടാണ്? ഓപ്പറേറ്ററുമായിട്ടാണ്. അടുത്ത വിച്ച് ഓഫ് ദ ഫോളോയിങ് കോൺട്രാക്ടൽ പ്രോട്ടീൻ ഓഫ് സ്കെൽറ്റൽ മസിൽ ഇൻവോൾവ് ഇൻ ATPase ആക്ടിവിറ്റി? ഏതാണ്? ഓപ്ഷൻ ബി മയോസിൻ. അടുത്തത് ഹൗ ഡു സ്റ്റിറോയിഡ് ഹോർമോൺ പ്രൊഡ്യൂസ് ദർ എഫക്റ്റ് ഇൻ സെൽ? ഏതാണ്? ഓപ്ഷൻ ഡി ബൈ ബൈൻഡിങ് ടു ഇൻട്രാസെല്ലുലർ റിസപ്റ്റേഴ്സ് ആൻഡ് പ്രൊമോട്ടിംഗ് ട്രാൻസ്ക്രിപ്ഷൻ ഓഫ് സ്പെസിഫിക് ജീൻ. അടുത്തത് ചൂസ് ദ കറക്റ്റ് ഓർഡർ ഇൻ ജിയോളജിക്കൽ ടൈം സ്കെയിൽ? ഏതാണ്? പാലിയോസോയിക്, മീസോസോയിക് ആൻഡ് സീനോസോയിക്. സോ ഓപ്ഷൻ സി. അടുത്തത് കൺവേർജൻ എവല്യൂഷൻ റിസൾട്ട് ഇൻ? ഓപ്ഷൻ എ കോമൺ സെറ്റ് ഓഫ് ക്യാരക്ടർ ഇൻ എ ഗ്രൂപ്പ് ഓഫ് ഡിഫറെന്റ് ആൻസിസ്ട്രി. അടുത്തത് സൈറ്റോക്രോം ബി ആൻഡ് സൈറ്റോക്രോം C1 ഓഫ് മൈറ്റോകോൺഡ്രിയൽ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ ഈസ് ലൊക്കേറ്റഡ് ഇൻ എൻസൈം? ഓപ്ഷൻ സി കോംപ്ലക്സ് 3. അടുത്തത് ദ കൺസെപ്റ്റ് ഓഫ് ലിമിറ്റിംഗ് എഫക്ട് ഓഫ് മാക്സിമം ആൻഡ് മിനിമം ഓഫ് എ ഫാക്ടർ ഓൺ ദ ഗ്രോത്ത് ഓഫ് ഓർഗാനിസം ഈസ് നോൺ as? ഓപ്ഷൻ ഡി ലോ ഓഫ് ടോളറൻസ്. താങ്ക് യു.